ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെവൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ സമയം ഏകദേശം രാത്രി 10 മണിയായിട്ടുണ്ട്. ഞാനൊരു ചെറിയ യാത്ര പോവാണ്. ചെറിയ യാത്ര എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങാടിപ്പുറത്ത് നിന്നും ഗുജറാത്തിലെ വഡോദര വരെയാണ് പോകുന്നത്. വളരെ ചെറിയ യാത്രയാണ്. പിന്നെ രാത്രി 10 മണിക്ക് തുടങ്ങിയാൽ നാളെ രാത്രി ഏകദേശം 11:45 ഞാൻ വഡോദരയിലെത്തും. അപ്പോൾ അങ്ങാടിപ്പുറത്തുനിന്ന് ഞാനിപ്പോൾ ആദ്യം ഇവിടുന്ന് രാജ്യറാണി എക്സ്പ്രസ് പിടിച്ച് ഷൊർണൂരിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ഷൊർണൂരിൽ നിന്ന് നമ്മൾ അടുത്ത വണ്ടിക്കാണ് ബാക്കി യാത്ര പോകുന്നത്. അപ്പോൾ അങ്ങാടിപ്പുറം സ്റ്റേഷനോട് ജസ്റ്റ് നടന്ന് എത്തുന്നേ ഉള്ളൂ. നല്ല തണുപ്പുണ്ട് ഇവിടെ, നല്ല മഞ്ഞുണ്ട്. അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇത്രയും ദൂരം നടന്നപ്പോൾ ഇതൊക്കെ പോയി. ഞാനെന്താ പറയുക, വേർത്ത് തുടങ്ങി. അപ്പോൾ ട്രിവാൻഡ്രം നോർത്തിലേക്കുള്ള രാജ്യറാണി എക്സ്പ്രസ് കയറി വരുന്നുണ്ട്. പ്ലാറ്റ്ഫോമിൽ നല്ല തിരക്കാണ്. പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഒരുപാട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുപോലെ ഹോസ്പിറ്റൽസും ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നവരും അതുപോലെ ഇവിടെ വന്ന് പഠിക്കാൻ വരുന്നവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് വണ്ടിക്ക് നല്ല തിരക്കാണ്. ഈ റോഡിന് 25029 ആയിരുന്നു ലോക്കോ. ഫ്രണ്ടിലത്തെ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്ക് പിന്നെ ആകെ അരമണിക്കൂർ ഷൊർണൂർ വരെ പോയാൽ മതി. അതുകൊണ്ട് സീറ്റൊന്നും വേണ്ട, നമുക്ക് വണ്ടിക്കകത്തുനിന്ന് കയറി പറ്റാൻ പറ്റിയാൽ മതി. സ്ലീപ്പർ ക്ലാസ്സിന് ആക്ച്വലി കറണ്ട് റിസർവേഷൻ ഉണ്ടായിരുന്നു, ഞാൻ എടുത്തില്ല. കാര്യം ഈ ഒരു ചെറിയ ദൂരം പോകാൻ വേണ്ടി എന്തിനാണ് വെറുതെ കറണ്ട് റിസർവേഷൻ എടുത്ത് റെയിൽവേക്ക് സ്ലീപ്പറിൻ്റെ കാശ് കൊടുക്കുന്നതെന്ന് വെച്ചു. സാധാരണ സെക്കൻഡ് ക്ലാസ് മതിയെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ ജസ്റ്റ് എത്തി. നല്ലോണം ആൾക്കാർ ഇടിച്ച് കയറും. നമുക്ക് ലാസ്റ്റ് കയറാം. കാരണം നമുക്ക് എന്തായാലും ലോങ് ഒന്നും പോകാനില്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി ദൂരം പോകാൻ മതിയല്ലോ. ഈ ട്രെയിൻ എത്തി. നമ്മൾ പുറപ്പെടുകയായി. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറത്തുനിന്ന് വിട്ടു. റൂട്ട് മൊത്തം ക്യാപ്ചർ ചെയ്യാൻ ഉദ്ദേശമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങാടിപ്പുറം ഡിപ്പാർച്ചർ മൊത്തം കാണിക്കുന്നുള്ളൂ. എന്താണോ നിർത്തിയത്? നമ്മൾ ചെറുകരയിലെത്തിക്കുകയാണ്. ചെറുകര ഇനി നമുക്ക് ഒരു സ്റ്റോപ്പും കൊണ്ട് ഷൊർണൂരിന് മുമ്പ്, അത് വല്ലപ്പുഴയാണ്. ഇതായിരുന്നു ചെറുകര സ്റ്റേഷൻ ബിൽഡിങ്. അങ്ങേറ്റത്തെ പ്ലാറ്റ്ഫോം നമ്പർ 7ലേക്ക് ഇത് വരുന്നുണ്ട് തോന്നുന്നു. നമ്മുടെ ഒക്കാർണോളകം തോന്നുന്നു വരുന്നത്. ഒരു ഏതോ ട്രെയിൻ കയറി വരുന്നുണ്ട്.
സമയം കൊണ്ട് ഇത് ഓഖ എറണാകുളം ഓഖ ആയിരിക്കണം. നമ്മളങ്ങനെ 10:47 ഷൊർണൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 4 എത്തിയിരിക്കുകയാണ്. അപ്പത്തൂടെ കയറി വരുന്നത് ഓഖ എക്സ്പ്രസ് ആണ്, എറണാകുളം ഓഖ എക്സ്പ്രസ് ആണ്. ഏതോ ഒരു വാപ്സാനായിരുന്നു ലോക്കോ. അപ്പോൾ അങ്ങനെ ഞാൻ നടന്ന് പ്ലാറ്റ്ഫോം നമ്പർ 6-7 വന്നു. അവിടുന്ന് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് രാജറാണി എക്സ്പ്രസ് ജസ്റ്റ് പുറപ്പെട്ടു പോകുന്നു. സമയം 10:58. പ്ലാറ്റ്ഫോം 5-6 ഒരു AC വെയിറ്റിംഗ് ഹാളുണ്ടായിരുന്നു. ഞാനിപ്പോഴത്തെ 6-7 AC വെയിറ്റിംഗ് ഹാളിൽ വന്ന് ഇരിക്കാമെന്ന് വെച്ചു. കാര്യം രാജധാനി സാധാരണ അതിൽ 7 വരുന്നത്. അപ്പോൾ ആ ഒരു കണക്കൂട്ടലിവിടെ ഒന്ന് ഇരിക്കാമെന്ന് വെച്ചു. ഇപ്പം 7 വരുന്നവരും 4-5 മാറിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പം നമ്മൾ വീണ്ടും പ്ലാറ്റ്ഫോം മാറേണ്ടി വരും. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 6-7 AC വെയിറ്റിംഗ് ഹാള്. നമുക്കെന്നാൽ പതുക്കെ ഇതിനകത്തോട് കയറി ഇരുന്നേക്കാം. ഇവിടെ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ വണ്ടി വരാനാകുമ്പോൾ നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയാൽ മതി. ഇത് സോഫ ടൈപ്പ് സീറ്റുകളാണ്. അപ്പോൾ ഫോക്സ് സമയം ഇപ്പോൾ 12:35. ഞാൻ ജസ്റ്റ് AC വെയിറ്റിംഗ് റൂമിൽ നിന്ന് ഇറങ്ങി. ഞാൻ പ്ലാറ്റ്ഫോം 6-7 വെയിറ്റിംഗ് റൂമിലായിരുന്നു. കാരണം ഈ ട്രെയിൻ സാധാരണ വരുന്ന 7 പക്ഷേ ഇന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കാനെന്നോളം ട്രെയിൻ ഇന്ന് 4 വിടുന്നത്. അവിടെ ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. 4 ആണെന്ന് തോന്നുന്നു. അനൗൺസ്മെൻ്റ് ഒന്നും കണ്ടില്ല. കാര്യം ഇവിടെ പ്ലാറ്റ്ഫോം നമ്പർ 7 ഒരു ഫ്ലൈറ്റ് ഉണ്ടെന്ന് കയറ്റി. 6 മലബാർ വരുന്ന അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. 5 ചെന്നൈ മാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇനിയിപ്പോൾ 4 ആണെന്ന് തോന്നുന്നു. അവിടെ 1, 2, 4, 3 ഫണ്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറ്റം വരെ പോയിട്ട് വീണ്ടും ഫുട് ഓവർ ബ്രിഡ്ജ് കയറി ഇപ്പുറത്തോട്ട് തിരിച്ചു വരണം. കാര്യം ഇടയ്ക്കുണ്ടായിരുന്ന മറ്റേ പഴയ ഫുട് ഓവർ ബ്രിഡ്ജ് അവർ ഡീകമ്മീഷൻ ചെയ്ത് കളഞ്ഞു. സാരമില്ല, നമുക്ക് പോയി വരാം. For your kind attention, please. Train number 1243 from Thiruvananthapuram Central to Hazrat Nizamuddin Rajdhani Express will arrive on platform number 4. അപ്പോൾ നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 4 തന്നെ വരുമെന്ന് ഉറപ്പിക്കാം. ഞാൻ അപ്പോൾ അതൊക്കെ എൻ്റെ കോച്ചിനെ കൊണ്ട് നടക്കണം. ഞാൻ B11 നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1, 2, 4, 3 വണ്ടി കയറിയപ്പോൾ നമ്മൾ ഫസ്റ്റ് AC ഇന്ന് നമ്മൾ AC 3 tier-ആണ്. B11 എനിക്ക് തോന്നുന്നത്. നമ്മുടെ വണ്ടിയാണ് കയറി വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 4. സമയം 12:43, 12:45 ആയിരുന്നു സ്കെഡ്യൂൾഡ് അറൈവൽ ടൈം. ഇവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും 12:45 ആവും. ഇവിടുന്ന് 12:50 പോകേണ്ടത്. കറക്റ്റ് ആവുമ്പോൾ പോകുന്നു. ഇതോ അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ 16 കാർ മെമ്മോ ആണ്. ഇതിലായിരുന്നു നമ്മളന്ന് അങ്ങാടിപ്പുറം ടു കണ്ണൂർ യാത്ര പോയത്. സെയിം റേക്കാണ്. സമയം കൃത്യം 12:45 കേട്ടോ. റോയപ്പുറത്തിന് 30541 ആണ് ലോക്കോ. റോയപ്പുറത്തിന് ലോക്കോണ്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ് ട്രെയിൻ നമ്പർ 12431. നമ്മൾ ഈ ട്രെയിനിൽ നമ്മൾ ഒരു പ്രാവശ്യം തിരുവനന്തപുരം സെൻട്രൽ മുതൽ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ഫസ്റ്റ് AC-ക്ക് പോയിരുന്നു. അന്ന് H1 കോച്ചായിരുന്നു. ഈ H1 കോച്ചിലായിരുന്നു നമ്മളന്ന് പോയത്. ഇതല്ല കോച്ച്, ഇങ്ങനത്തെ ഒരു കോച്ചായിരുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് B11. ഡോറുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. കോച്ചിൻ്റെ ഡോറൊന്നും തുറന്നിട്ടില്ല. ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ഡോർ വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് എനിക്കറിയില്ല കേട്ടോ. എല്ലാത്തിനും മുകളിൽ കോഷൻ ഓട്ടോമാറ്റിക് ഡോറിന് എഴുതി വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഡോർ വർക്ക് ചെയ്ത് തുടങ്ങിയതാണോ ജസ്റ്റ് അടച്ചിട്ടതാണോ എന്നുള്ളത് വണ്ടി നിർത്തുമ്പോൾ നമുക്കറിയാം. അല്ല, ഇടയ്ക്കൽ ഡോർ തുറന്നു നോക്കണമായിരുന്നു. അപ്പോൾ അടച്ചിട്ടതാണ്. ഇതാണ് രാജധാനി എക്സ്പ്രസിൻ്റെ പാൻട്രി കാർ. ഈ പാൻട്രി കാർ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. കാര്യം ഒരു ഫസ്റ്റ് AC-ൽ മാത്രമേ പാൻട്രി കുക്ക്ഡ് ഫുഡ് കൊടുക്കുള്ളൂ. ബാക്കിയെല്ലാം ലോഡഡാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മോസ്റ്റ്ലി മാംഗ്ലൂരു ജംഗ്ഷനിൽ നിന്ന് ലോഡ് ചെയ്യും. ലഞ്ച് എനിക്കൊന്ന് മടുഗാവിൽ നിന്ന് ലോഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതുപോലെ ഡിന്നർ വസൈ റോഡ് പനവേലിൽ നിങ്ങളുടെ ലോഡ് ചെയ്യുന്നത് അത് നമുക്ക് നോക്കാം. ഈ വരുന്നതാണ് നമ്മുടെ കോച്ച് B11 143104 ആണ്. അത്യാവശ്യം നല്ല പഴക്കമുണ്ട്. 11 വർഷം പഴക്കമുള്ള കോച്ചാണ്. B11 സീറ്റ് നമ്പർ 12 ആണ് എൻ്റെ. ട്രെയിനിൽ നിന്നോട്ടെ.
അത് അപ്പുറത്തുനിന്ന് ഫ്രൈറ്റർ എടുത്ത് പോകുന്നതിൻ്റെ സൗണ്ടാണ്. പിന്നെ വലത് കാലം വെച്ച് ഉള്ളിലോട്ട് കയറിയേക്കാം. ഇത് നമ്മുടെ കോച്ചല്ല, നമ്മുടെ കോച്ച് അവിടെ അറ്റൻഡൻറ്റ് കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് ഡോർ അടഞ്ഞ് കിടക്കാം. നമുക്ക് ഇത് വഴി കൂടെ കയറാം. 2014 ബിൽഡാണെങ്കിലും കോച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. 143104 ആണ് നമ്മുടെ കോച്ച് നമ്പർ. റെയിൽ കോച്ച് ഫാക്ടറി കപ്പൂർത്ത ബിൽഡിംഗ്. അപ്പുറത്തെ സൈഡിൽ ബിൽഡേഴ്സ് പ്ലേറ്റ് ഉണ്ടായിരുന്നു. നാളെ പകരം പറ്റിയാണ് കാണിച്ചു തരാം. വെൽ മെയിൻറ്റൈൻഡ് ആണ്. നോർത്തേൺ റെയിൽവേയുടെ എന്താ പറയുന്നത്, നോർത്തേൺ റെയിൽവേക്കാർ രാജധാനി കൊണ്ടു നടക്കുന്ന പോലെ വേറെ സോണിനെ കൊണ്ട് കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ മറ്റ് സോണുകളുടെ രാജധാനിയിൽ യാത്ര ചെയ്തിട്ടില്ല. നമ്മൾ സദേൺ റെയിൽവേയുടെ AC സൂപ്പർ ഫാസ്റ്റ് യാത്ര ചെയ്തതിനെക്കാട്ടൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 12:58 റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് പ്രകാരം നമ്മൾ ജസ്റ്റ് അനങ്ങി തുടങ്ങി. അപ്പോൾ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ യാത്ര വഡോദരയിലേക്കാണ്, ഗുജറാത്തിലെ വഡോദരയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ട്രെയിൻ നമ്പർ 12431 തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസ്സാണ് നമ്മുടെ യാത്ര. നമ്മൾ ഈ ട്രെയിനിൽ കയറി വഡോദര വരെയാണ് പോകുന്നത്. വഡോദരയിൽ നമുക്ക് വേറെ 1-2 എക്സ്പ്ലോറേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞ ഈ ട്രെയിൻ എൻ്റെ യാത്രാ പ്ലാനിലുണ്ടായിരുന്നൊരു വണ്ടിയല്ല. ഞാൻ മറ്റൊരു വണ്ടിക്കായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 1 മാസം മുമ്പ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൺഫേം ടിക്കറ്റൊക്കെ മേടിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. കുറച്ച് ഒഫീഷ്യൽ വർക്ക് വന്നപ്പോൾ ടിക്കറ്റ് നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഇത് തത്കാലിനെടുത്താണ്. അപ്പോൾ രാജധാനി എക്സ്പ്രസ്സിന് തത്കാലിന് മൊത്തത്തിൽ റേറ്റിനൊക്കെ വ്യത്യാസമുണ്ട്. കാര്യം രാജധാനി എക്സ്പ്രസ്സിന് നിങ്ങൾക്കറിയാമല്ലോ ഡൈനാമിക് ഫെയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ തത്കാൽ ചാർജ് എന്ന് പറയുന്നത് അവസാനം വിറ്റുപോയ ടിക്കറ്റിൻ്റെ 10% എക്സ്ട്രാ എന്നാണ് ഇതിൻ്റെ തത്കാൽ ഫെയർ. അപ്പോൾ ഇതിൻ്റെ ഡൈനാമിക് ഫെയർ എന്ന് പറയുന്നത് നമ്മൾ രാജധാനി എക്സ്പ്രസ്സിന് ബേസ് ഫെയറിൻ്റെ 40% മാക്സിമം. അപ്പോൾ ഇത് ഓൾറെഡി 40% ഡൈനാമിക്കിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലൊരു 10% ബേസ് ഫെയറിന് 50% ഇവർ തത്കാൽ പ്രീമിയം ആയിട്ട് എടുത്തത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങുന്നതോടുകൂടി ഞാൻ ഇവിടെ വെച്ച് നിർത്തും. ബാക്കി നമുക്ക് നാളെ രാവിലെ നേരം വെളുക്കുന്നുണ്ട് മുന്നേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിൽ പുറത്തിറങ്ങി. അപ്പുറത്തൊരു ആൽക്കോ ഷണ്ടി നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ബാക്കി നമുക്ക് നേരം എടുത്തിട്ട് കാണാം. സമയം കൊണ്ട് ഇപ്പോൾ ഒരു 6:30 ആവുന്നേ ഉള്ളൂ. അപ്പോഴേക്കും മോർണിംഗ് ടീം കൊണ്ട് ആൾ വന്നു. ചായ മേടിച്ച് വെച്ചു, കുടിച്ചേക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് എവിടെ എത്തിയെന്നില്ല, എവിടെയോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് വണ്ടി. ഇതിനകത്ത് പതിവ് പോലെ ചായയും പാൽപ്പൊടിയും പിന്നൊരു ബിസ്ക്കറ്റുമാണ്. ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മൾ ജസ്റ്റ് നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പായ ഉടുപ്പിയിലേക്ക് എത്തുകയാണ്. എക്സ്റ്റേണൽ മൈക്ക് ഫിറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് വിൻ നോയ്സ് ഉണ്ടാവും കേട്ടോ. ಗಮನಿಸಿ, ಗಾಡಿ ಸಂಖ್ಯೆ 1, 2, 4, 3, 1 ತಿರುವನಂತಪುರ ನಿಜಾಮುದ್ದೀನ್ ರಾಜಧಾನಿ ഒത്തിരി പേര് കയറാണ് കേട്ടോ. तिरुवनंतपुरम निजामुद्दीन राजधानी एक्सप्रेस प्लेटफॉर्म क्रमांक 1 पर आ चुकी है। इस गाड़ी से बधाई यात्रियों का यहाँ हम हार्दिक स्वागत करते हैं। നമ്മൾ ഉടുപ്പിയിൽ വന്നു പുറപ്പെടുകയെന്ന് തോന്നുന്നു. ഒരു ഹോണടി കേട്ടു. ഇവിടുത്തെ ഇവരുടെ കാറ്ററിങ്ങിൻ്റെ സ്റ്റാഫ് മൊത്തം ക്രേറ്റുകളും കൊണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പാൻറ്റിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോകുന്നതായിരിക്കും മിക്കവാറും. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി പേര് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒത്തിരി പേര് ഇറങ്ങിയിട്ട് ഒത്തിരി പേര് ഇവിടുന്ന് കയറുകയും ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിക്ക് ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കാർവാറാണ്. നല്ലൊരു റൺ കഴിഞ്ഞാണ് അടുത്ത സ്റ്റോപ്പ് വരുന്നത്.
അതുപോലെ നമ്മൾ എറണാകുളം ഓഖ എക്സ്പ്രസ്സിന് എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്തു. ഞാനത് ഉടുപ്പി കഴിഞ്ഞിട്ടായിരിക്കും ഓവർടേക്ക് ചെയ്യുന്നത് എൻ്റെ ഒരു കണക്കൂട്ടിൽ. പക്ഷേ അവനിപ്പോൾ മുൾക്കി ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവനെ മാംഗ്ലൂർ വെച്ച് മിക്കവാറും ഓവർടേക്ക് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ എനിക്കൊന്നും ഇപ്പോൾ ഓഖ എക്സ്പ്രസ്സിന് കയറാനുള്ള തിരക്കാണെന്ന് തോന്നി കാണുന്നത് പ്ലാറ്റ്ഫോമിൽ ബാക്കിയുള്ളത്. ഇത് കൊങ്കൺ റെയിൽവേയുടെ ആദ്യത്തെ സ്റ്റേഷനായിരിക്കും ഫുൾ ലെങ്ത് പ്ലാറ്റ്ഫോമില്ല. മഡ്ഗാവല്ലാണ് കേട്ടോ. മഡ്ഗാവിൽ എനിക്ക് തോന്നുന്നു ഫുൾ ലെങ്ത് പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. ഉടുപ്പിയിലും അമൃത് ഭാരത് വർക്ക് നടക്കുന്നുണ്ട്. അതിനാണ് ഫുൾ ലെങ്ത് പ്ലാറ്റ്ഫോമൊക്കെ വന്നത്. പക്ഷേ ഒരു വൃത്തിയില്ല കേട്ടോ. പണി കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. എന്നാലും അപ്പോൾ അങ്ങനെ നമ്മുടെ നേരം വെളുക്കാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റോപ്പായി ഉടുപ്പി കഴിഞ്ഞു. ഇനി കാർവാറാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 1, 2, 4, 3, 1 രാജധാനിക്ക് പോകുമ്പോൾ നമ്മൾ ഏകദേശം നേരം വെളുക്കുമ്പോഴേക്കും നമ്മൾ ഓൾമോസ്റ്റ് മഡ്ഗാവ് എത്തിയായിരുന്നു. കാർവാർ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എണീക്കുമ്പോഴേക്കെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇപ്രാവശ്യം നമ്മൾ കുറേ കൂടി നേരത്തെ ഉണർന്നു. കാര്യം നമ്മൾ ഇത് നോൺ മൺസൂൺ ഷെഡ്യൂളാണ്. അതുകൊണ്ട് കുറേ കൂടി നേരത്തെയാണ് വണ്ടി. കുറച്ചും കൂടി ലേറ്റാണ് വണ്ടി. അപ്പോൾ ഫോക്സ് അങ്ങനെ നേരം വെളുത്ത് വരികയാണ്. നേരം വെളുത്ത് വന്നു. നമ്മൾ ഉടുത്ത് കഴിഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരു ബിജൂർ എസ്എസ്കെയാണ്. നമ്മൾ ബിജൂർ സ്റ്റേഷൻ കഴിഞ്ഞ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബിജൂർ കഴിഞ്ഞ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്തത് ഇനി നമ്മുടെ ഇവനാണ്, ബൈന്ദൂരാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി ജാക്കറ്റൊക്കെ ഇട്ടെങ്കിൽ ഇന്ന് രാവിലെ ജാക്കറ്റൊന്നും ഉണ്ടല്ല. ജാക്കറ്റൊക്കെ എടുത്ത് മടക്കി വെച്ചു. കോച്ചിനകത്ത് നല്ല ചൂടായിരുന്നു. പക്ഷെ പുറത്താണ് തണുപ്പുണ്ട്. ഇതായിരുന്നു മൂകാംബിക റോഡ് ബൈന്ദൂർ സ്റ്റേഷൻ. ഞാൻ റെക്കോർഡിംഗ് ഓണാന്ന് വെച്ച് കുറേ കമൻറ്റൊക്കെ പറഞ്ഞു. അവിടെ കുറേ യാത്രക്കാരുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ എറണാകുളം ഓഖ എക്സ്പ്രസ്സും അതുപോലെ വേറെ ഒരു മഡ്ഗാവ് മാംഗ്ലൂർ പാസഞ്ചർ എക്സ്പെക്റ്റഡ് ആണ്. ഈ ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ കൊങ്കൺ റെയിൽവേയിലത്തെ ആദ്യത്തെ ടണൽ. ഇതാണ് കൊങ്കൺ റെയിൽവേയിൽ നമ്മൾ സൗത്തിൽ നിന്ന് വരുമ്പോഴത്തെ ഫസ്റ്റ് ടണൽ. ഒരു 50 km സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 8:12 കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ട്രേ ഇതെന്താണെന്നൊക്കെ ഞാൻ ഇപ്പോൾ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ബേസിക്കലി അത് ജ്യൂസും ബ്രെഡുണ്ട്. ഇപ്പോൾ കട്ട്ലറ്റ് ആയിരിക്കണം. നല്ല ചൂടുണ്ട്. പിന്നെ അത് പതിവ് പോലെ കട്ട്ലറ്റ് ഉണ്ട്. 2 വെജ് കട്ട്ലറ്റും കുറച്ച് വെജീസും ഉണ്ട്. ബ്രെഡുണ്ട്, ജ്യൂസുണ്ട്, പിന്നെ ചായ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കെച്ചപ്പുണ്ട്, ബട്ടറുണ്ട്. പതിവ് പോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. പുറത്ത് വെയിലുണ്ടെങ്കിലും. നമ്മൾ കാർവാർ സ്റ്റേഷനിലേക്ക് എത്തുകയും തോന്നുന്നുണ്ട്. കാർവാർ സ്റ്റേഷനോട് കയറുന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ റൈറ്റ് സൈഡ് ലൂപ്പിൽ കയറുന്നു. ഞാനത് പ്രതീക്ഷിച്ചായിരുന്നു റൈറ്റ് സൈഡ് ലൂപ്പിൽ കയറുന്നു. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളിവിടെ വെച്ച് നമ്മുടെ റോക്കറ്റിനെ ക്രോസ് ചെയ്യും. അപ്പോൾ സാധാരണഗതിയിൽ കൊങ്കൺ റെയിൽവേ സൗത്ത് ബൗണ്ട് ട്രെയിനുകളെ 1-ലും നോർത്ത് ബൗണ്ട് ട്രെയിനുകളെ 2-ലും എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കാർവാറിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 8:52 ആയിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 8 മിനിറ്റോളം ഹെഡ് ഓഫ് സ്കെഡ്യൂളാണ്.
അപ്പോൾ നമ്മളങ്ങനെ കാർവാറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കോച്ച് കേട്ടോ. ഞാൻ ഇത്ര നേരം നിന്നതല്ല എൻ്റെ കോച്ച്. നിന്നത് B12-ലായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ച് B11. 2014 ബിൽഡ് കോച്ചാണ്. ഇതിന് 7 മിനിറ്റ് കൊണ്ട്, പക്ഷേ ലോക്കോ വരെ പോയി വരാനെന്ന് പറഞ്ഞാൽ നല്ല ടയർഡ് അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ഇതാണ് നമ്മുടെ കോച്ച്. ഇതാണ് അപ്പുറത്തെ സൈഡ്. ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ സൈഡ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ൻ്റെ സൈഡിലെ ആൾക്കാരെ കാണാം. ഇവിടെ ഇപ്പോൾ മുംബൈ CSMT മംഗളൂരു ജംഗ്ഷൻ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്, അതായത് നമ്മുടെ റോക്കറ്റ് വരാനായിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്തുള്ള റെയിൽ പാനൽ റേക്ക് കിടക്കുന്നു. അതായത് കാല് റെയിൽ കൊണ്ടുവരുന്ന റേക്ക് തൊട്ടടുത്ത് കിടക്കുന്നത്. അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഈ റാമ്പ് വഴിയാണ് റെയിൽ താഴോട്ട് ഒരു അൺലോഡ് ചെയ്യുന്നത്. ഈ കാണുന്ന റാമ്പ് വഴി. അതിൻ്റെ അടിയിൽ ആ റെയിൽ അൺലോഡ് ചെയ്യാനുള്ള കമ്പിയും റോളറും ഒക്കെ ഉണ്ട്. ഇതാണ് സംഭവം. പിന്നെ അപ്പുറത്തോട്ടുള്ള വാഗൺസിൽ റെയിൽ ഉണ്ടാവുമായിരിക്കും. ഇപ്പോൾ റെയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മുംബൈ CSMT മംഗളൂരു സൂപ്പർ ഫാസ്റ്റ് വരുന്നുണ്ട്. അജ്നിയുടെ 370 ആണ് ലോക്കോ. ഈ ട്രെയിൻ ഞാൻ ആദ്യമായിട്ടൊന്ന് വാപ്സ് ആൻഡ് ഹോളിഡേ കാണുന്നത്. ഇത് കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ വാപ്പ് 4 ആണ് ലോക്കോ. അപ്പോൾ നമ്മളങ്ങനെ കാർവാറിന് സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു കുലുക്കത്തോടു കൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അത് പിടിക്കാൻ പറ്റിയില്ല. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. കട്ട്ലറ്റായിരുന്നു, ഞാൻ കാണിച്ചായിരുന്നു. അത് എന്താ പറയുക, ഇതിൽ കുഴപ്പമില്ലാത്ത കട്ട്ലറ്റായിരുന്നു. മാംഗ്ലൂരിൽ നിന്ന് ലോഡ് ചെയ്ത ഫുഡാണത്. മാംഗ്ലൂരിലെ ഫുഡ് അത്ര മോശമാവാറില്ല, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. ഇതിൽ റെയിൽ പാനൽസ് കിടക്കുന്ന കാണാം. ഇത് ലോങ് വെല്ലഡ് റെയിൽസാണ്. അതായത് നല്ല ലെങ്ത് ഉണ്ട്. ഏകദേശം 1 കിലോമീറ്റർ 1 കിലോമീറ്റർ 1/2 കിലോമീറ്റർ ലെങ്ത് ഉണ്ടാവും ഇതിൽ ഓരോ പാനലിലും. അപ്പോൾ അങ്ങനെ ലോങ് വെല്ലഡ് റെയിൽസ് കൊണ്ടുവരാനുള്ള സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ട്രെയിനാണ് ഈ കാണുന്നത്. വാഗണാണ് ഈ കാണുന്നത്. സാധാരണ ഫ്ലാറ്റ് വാഗണാണ്. അതിനകത്ത് ഒരു ഡെക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡീസൽ ലോക്കാണ് പവർ. സാബർമതി ഷെഡിൻ്റെ 1345. സാബർമതി എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് മിക്കവാറും ഇപ്പോൾ വർണ്ണാട്ടിടൻ്റെ കയ്യിലായിരിക്കും. കൊങ്കൺ റെയിലിലേക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പയ്യെ തിരിച്ച് മെയിൻ ലൈനിലോട്ട് വരികയാണ്. ഇനി ഏകദേശം ഒരു 1 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട് മഡ്ഗാവിലേക്ക് എത്താൻ. മഡ്ഗാവിലാണ് നമ്മുടെ അടുത്ത സ്റ്റോപ്പ്. വലിപ്പമുള്ളൊരു നദിയാണ്. നമ്മൾ അതിനിടയ്ക്ക് ഒരു തുരുത്തൊക്കെ ഉണ്ട്. 2 പീസായിട്ടാണ് നമ്മൾ നദിയെ കടക്കുന്നത്. ഈ നദി കടന്ന് അല്പം ദൂരം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഗോവയിലേക്ക് കയറും. ഇത് കഴിഞ്ഞാൽ അസ്നോട്ടി സ്റ്റേഷൻ ഉണ്ട്. അസ്നോട്ടി സ്റ്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ ഗോവയിലേക്ക് കയറും. ഇവിടെ ഒന്ന് പുതിയ ക്രോസിംഗ് സ്റ്റേഷൻ പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ് പണി നിന്നുപോയെന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമ്മളിങ്ങനെ മഡ്ഗാവ് സ്റ്റേഷനോട് അടുത്തു. കുലയും സൈഡിൽ നിന്ന് തന്നെ ലൈൻ വരുന്നുണ്ട്. കുലയും മറപ്പ് ലൈനാണ്. നമ്മളിതൊരു പൂർണ്ണ എക്സ്പ്രസ്സിന് റീസെൻ്റ്ലി ട്രാവൽ ചെയ്തതാണ്. നമ്മൾ ആക്ച്വലി അത്യാവശ്യം നേരത്തെ ബാലി എത്തിയായിരുന്നു. അവിടെ കുറച്ച് നേരം പിടിച്ചിട്ടു. കാര്യം നമ്മുടെ മുന്നിൽ പോകുന്ന കാർവാർ പാസഞ്ചർ ഒന്ന് മഡ്ഗാവ് സ്റ്റേഷനിലേക്ക് കയറാൻ വേണ്ടി.
അങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം നഷ്ടപ്പെടും. അല്ലെങ്കിൽ നമ്മൾ മടുക്കാവ് ഹെഡ് ഓഫ് സ്കെഡ്യൂൾ വന്ന് കയറിയാണ്. മടുക്കാവ് ഏകദേശം സമയത്തൊന്നും കയറാൻ തോന്നുന്നില്ല. ഈ നടക്കുന്ന കൊങ്കൺ റെയിൽവേയുടെ 3 മെമു വെഹിക്കിളിലൊന്നാണ്. ഇത് ICF ബിൽഡാണ്. മെമു 1 എന്ന് എഴുതിയിട്ടുണ്ട്. അവർ ഈ മെമു റേക്ക് ഓടിക്കുന്ന 2 റൂട്ടിലാണ് പ്രധാനമായിട്ടും. മഡ്ഗാവ് മാംഗ്ലൂരും അതുപോലെ മഡ്ഗാവ് കാർവാറും. ഇത് രണ്ടിൻ്റെയും ബോർഡുണ്ട്. നമ്മളങ്ങനെ മഡ്ഗാവ് ജംഗ്ഷനിലോട്ട് കയറുന്നു. അപ്പോൾ അതൊരു കല്യാണ്ട 37584 വാപ്പ് 7 കിടക്കുന്നുണ്ട്. ഇത് കൊങ്കൺ കന്യ എക്സ്പ്രസ് ആണ്. അല്പം മുമ്പ് വന്ന റേക്കാണ്. ലഗേജ് ഉണ്ടോ നമ്മുടെ ബെർണിയുടെ 13384 കിടക്കുന്നുണ്ട്. പാസഞ്ചർ റേറ്റ് ആയിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് പാസഞ്ചർ റേറ്റ് ഉണ്ട്. അത് മെയിൻ്റനൻസ് ഒന്നാണ്. ഇതിപ്പോൾ അധികം താമസിക്കാതെ ഈ ആളുകൾ കൊണ്ടുപോകും. സമയം 10:02 നമ്മളങ്ങനെ മഡ്ഗാവിലെത്തി. 10:10 നമ്മൾ പോവുള്ളൂ. നമ്മൾ അത്യാവശ്യം സമയം ഇവിടെ നിൽക്കും. പക്ഷേ ഫ്രണ്ട് വരെ പോകാനുള്ള സമയം കിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ട് വരെ പോകുന്നില്ല. ഇതാണ് മഡ്ഗാവ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ പറഞ്ഞത് നമ്മുടെ ലഞ്ച് ഇവിടെ നിന്നായിരിക്കും കയറുന്നത്. ആ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ ലഞ്ച് കയറ്റാൻ കൊണ്ടുവന്നിട്ടുണ്ട്. മഡ്ഗാവ് കാറ്ററിംഗിൽ നിന്നാണ്, മഡ്ഗാവ് ബേസിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കയറുന്നത്. ഫുഡ് സാധാരണ തല്ലിപ്പിലാണ് മഡ്ഗാവിൻ്റെ. ഇന്നത്തെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മൾ മഡ്ഗാവിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറാണ്. നമ്മൾ സ്റ്റാർട്ടർ ആയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ജസ്റ്റ് ആ കട വരുന്ന പോയിട്ടൊരു സമോസ ഒരു ചായ മേടിച്ച് കുടിച്ചു. ചായ തല്ലിക്കോളില്ലായിരുന്നു. ചായ ഭയങ്കര മോശമായിരുന്നു. സമോസ കുഴപ്പമില്ല. सफल सुखद एवं मंगलमय यात्रा की कामना അപ്പോൾ നമ്മൾ ജസ്റ്റ് മഡ്ഗാവ് സ്റ്റേഷനിൽ പുറത്തിറങ്ങുന്നു. പണ്ട് ഇവിടെയായിട്ട് ഒരു മറ്റേ ഇതുണ്ടായിരുന്നു, സ്കൈ ബസ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ട്രാക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മഡ്ഗാവിൽ നിന്നും പുറത്തിറങ്ങുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് മഡ്ഗാവ് സ്റ്റേഷനിൽ പുറത്തിറങ്ങുന്നു. അതാണ് പ്ലാറ്റ്ഫോം നമ്പർ 2-3. കഴിഞ്ഞ വർഷം നമ്മൾ ഫസ്റ്റ് ഡേസിൽ വന്നപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോം 3-ലായിരുന്നു വന്നത്. ഇന്ന് പതിവില്ലാണ്ട് പ്ലാറ്റ്ഫോം നമ്പർ 1-ൽ വന്നു. എറണാകുളം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉടനെ വരുമെന്ന് പറയുന്നു. ആ കിടക്കുന്ന പഞ്ചഗംഗ എക്സ്പ്രസ് ആണ്. KSR ബംഗളൂരു കാർവാർ പഞ്ചഗംഗ എക്സ്പ്രസ്. അത് കാർവാറിൽ വന്നിട്ട് കാർവാറിന് വേണ്ടി ഇങ്ങോട്ടൊരു പാസഞ്ചറായിട്ട് വരും. ഈ പാസഞ്ചർ നമ്മുടെ മുന്നിലുണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളെ ബാളിയിൽ പിടിച്ചിട്ട് കുറച്ചൊന്ന് ലേറ്റ് ആക്കിയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മെയിൻ ലൈനിലോട്ട് തിരിച്ച് കയറുന്നു. പഞ്ചഗംഗ എക്സ്പ്രസ്സിനെ കൊണ്ടുവന്ന 40367 കൃഷ്ണരാജപുരത്തിന് WDP 4D. ഈ ലോക്കോനെ ഇവിടെ കുറച്ച് പണിയെടുപ്പിക്കുക വരും. ഇത് ഷണ്ടിങ് പണിക്കൊക്കെ ഈ ലോക്കോ ഉപയോഗിക്കും. അതിന് ഈ ലോക്കോ കൊണ്ട് അപ്പുറത്ത് കണക്ട് ചെയ്തിട്ട് വൈകുന്നേരം വീണ്ടും കാർവാർ പാസഞ്ചറായിട്ട് തിരിച്ചു പോകും. മഡ്ഗാവ് കാർവാർ പാസഞ്ചറായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് മഡ്ഗാവിൽ നിന്ന് ബാംഗ്ലൂർക്ക് ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ കാർവാർ ടു ബാംഗ്ലൂർ പഞ്ചഗംഗ എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഡ്ഗാവിൽ നിന്ന് കാർവാർ വരെ പാസഞ്ചറിൽ പോയിട്ട് അതേ ട്രെയിനിൽ യാത്ര തുടരാം.
നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ഈ സ്ട്രെച്ച്, അതായത് മഡ്ഗാവിൽ നിന്നും മജോർദ വഴിയുള്ള സ്ട്രെച്ച് ഡബിൾ ലൈനാണ്. ഡബിൾ ലൈൻ മാത്രമല്ല, ഓട്ടോമാറ്റിക് സിഗ്നൽ ലൈൻ കൂടിയാണ്. ഇത് കൊങ്കൺ റെയിൽവേയിലുള്ള ടെറിട്ടറിയാണ്. മജോർദ മുതൽ ടുവേർഡ്സ് വാസ്കോ പോകുന്ന ലൈന് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിലാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് മജോർദ എത്താണ്. മജോർദ പുനെ WD4. ഇവിടെ ലൈറ്റ് കിടക്കണമെന്ന് സംഭവമൊന്നുമില്ല. സാധാരണഗതിയിൽ ഇവിടുന്ന് വരണ ഭാഗത്തുള്ള ട്രെയിനുകളിൽ പോയിൻറ്റ്സ് എടുത്ത് റൈറ്റ് ലൈനിലോട്ട് കയറിയിട്ട് ആ ലൈൻ വഴി ഓടിപ്പോയി കൊങ്കൺ റെയിൽവേ ലൈനിലോട്ട് കണ്ടിന്യൂ ചെയ്യണം പതിവ്. ഇന്ന് പക്ഷേ ആ ലൈനിൽ ഫ്രൈറ്റ് കിടക്കുന്നുണ്ട്. നമ്മൾ ഇപ്പുറത്തെ ലൈൻ വഴി തന്നെ പോകുകയാണ്. ഒരു സെറ്റ് പോയിന്റ് കൂടി കടക്കുന്നുണ്ട്. അതെ, ഇവിടെ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. ഫ്ലൈറ്റിന് ഓവർടേക്ക് കൂടി ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫ്ലൈറ്റിന് ഇപ്പോൾ കൊണ്ടുവന്നാന്ന് തോന്നുന്നു R20 ഈ കാണുന്നതൊക്കെ റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സാണ്. റീഫർ കണ്ടെയ്നേഴ്സ് എന്ന് പറയും. ഈ റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ജനറേറ്ററാണ് ഈ കാണുന്നത്. ആ ജനറേറ്ററിൽ നിന്ന് പവർ എടുത്താണ് ഈ റെഫ്രിജറേറ്റഡ് കണ്ടെയ്നേഴ്സ് എല്ലാം വർക്ക് ചെയ്യുക. കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. പ്രാവശ്യം എന്താ കിടക്കുന്ന ബാക്ക് 12B. നമ്മൾ ഈ ട്രിപ്പിൽ ഇതുവരെ കണ്ടില്ലായിരുന്നു. 60241 ആണ് നോക്കാം. ഇപ്പോൾ 60241 ഹൗൾഡ് കണ്ടെയ്നറിലേക്ക് നമ്മളിവിടെ ഓവർടേക്ക് ചെയ്ത് നമ്മളിപ്പോൾ KR ലൈനിലോട്ട് കയറാൻ പോവാണ്. ഇവിടെ KR ലൈനിലോട്ട് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഇപ്രാവശ്യം കുറച്ച് ചേഞ്ച് ചെയ്യാൻ റൈറ്റ് സൈഡ് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, നമ്മളെന്തായാലും ഒരാഴ്ചയിൽ വീണ്ടും ഇതേ വഴികൾ ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡ് വീണ്ടും വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഇവിടെ നല്ലൊരു ഹിസ്റ്റോറിക് ലുക്കിംഗ് പള്ളി, വെട്ടുകല്ല് കൊണ്ടുള്ള കൺസ്ട്രക്ഷനാണ്. പ്രോബബ്ലി ഇത് നമ്മുടെ പോർച്ചുഗീസുകാർ കാലത്തെല്ലാം പണിത പള്ളിയായിരിക്കും. കുരിശുമെല്ലാം ഉണ്ട്. ദൂരെ കുറേ ബിൽഡിങ്സ് കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു വെർണയിലെ ഇൻഡസ്ട്രിയൽ ഏരിയ ആണെന്ന് തോന്നുന്നു. വേർണ എന്ന് പറയുന്നത് ഒത്തിരി ഫേമസ് ആയിട്ടുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അതായത് ഇലക്ട്രോണിക്സും ഉണ്ട്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസും ഉണ്ട്.
ഇവന്മാർ ടൊമാറ്റോ സൂപ്പൊക്കെ കൊണ്ടുവന്നിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് AC ഇവന്മാർ പ്രീമിക്സ് സെർവ് ചെയ്യുമ്പോൾ ഇവിടെ നല്ല ഫ്രഷ്ലി പ്രിപ്പയർഡ് ആണെന്നു. നല്ല സൂപ്പാണത് ആക്ച്വലി. കർമാളി സ്റ്റേഷൻ ഇവിടെ നല്ലൊരു ലേക്ക് ഉണ്ട്. നമുക്കിവിടെ ഒരു കുഞ്ഞ് ക്രോസിംഗ് ഉണ്ട്. ലാലാഗോയുടെ 3039 ലോകമാന്യ തിലക് ടെർമിനസ് മഡഗാവ് എക്സ്പ്രസ്, പഴയ ഡബിൾ ഡെക്കർ എക്സ്പ്രസ്. ഒരു ഫസ്റ്റ് AC, ഒരു AC 2 tier, 5 തേർഡ് AC, ബാക്കി സ്ലീപ്പറാണ്. ഇറങ്ങിയ വണ്ടിക്ക് കണ്ടിക്കാറില്ല. ഇത് നല്ലൊരു ലേക്ക് വ്യൂ കാഫറ്റീരിയയും ഒരു ബാർ ആൻഡ് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. ആ കാണുന്നതാണ് സംഭവം. പനാജിയിലേക്ക് പോകുന്ന എളുപ്പവഴി ഇവിടെ നിന്നാണ്. വാപ്പ് 7 ആയിട്ടും ജനറേറ്റർ ഒന്നാണ്. എനിക്കൊന്ന് നോൺ HOG ലോക്കോ ആയിരിക്കും. നമ്മൾ കർമാളി കഴിഞ്ഞു. കർമാളി സ്റ്റേഷന് ഫുൾ ലെങ്ത്തും സൈഡിൽ ഈ ലേക്കുണ്ട്. ഈ ലേക്കിനോട് ചേർന്നൊരു ബേർഡ് സാങ്ച്വറി മറ്റോ ഉണ്ട്. ഈ രാജധാനി ദുരന്തം പോലത്തെ വണ്ടികളൊരു വലിയ കുഴപ്പമില്ല. ഈ ഒരു ഡോർ എപ്പോഴും ലോക്ക്ഡ് ആയിരിക്കും. സ്റ്റേഷൻ എത്ര മാത്രമേ തുറക്കുള്ളൂ. കാര്യം ഇതിനകത്ത് ഈ സാധനങ്ങളൊക്കെ ഇരിക്കുന്നതുകൊണ്ടും ഇവരുടെ കാറ്ററിങ്ങിൻ്റെ സാധനങ്ങൾ വെക്കാനുള്ള സൗകര്യമൊക്കെ വേണ്ടതുകൊണ്ടും ഈ ഒരു ഡോർ എപ്പോഴും ലോക്ക്ഡ് ആണ്. ഇതൊരു സേഫ്റ്റി റിസ്ക് ആണ് സത്യം പറഞ്ഞാൽ. ഇങ്ങനത്തെ സാധനങ്ങൾ വെക്കാൻ റെയിൽവേ വേറെ സൗകര്യം ഉണ്ടാക്കേണ്ടതാണ്. മാണ്ഡവി നദിയും നാവിഗബിൾ ബ്രിഡ്ജാണ്. ഇതുവഴിയും ബോട്ടുകളും കുറച്ച് വലിപ്പമുള്ള വെസൽസൊക്കെ പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു സെൻട്രൽ സ്പാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, മെറ്റലാണ്. അയൺ ഓപ്പൺ എൻവയോൺമെൻറ്റ് സ്പാൻ. ഇതിങ്ങനെ പണികളുടെ കാരണം തന്നെ വെസൽസിന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതേ സ്ഥലത്തു നിന്നുള്ള വിഷ്വൽസ് നമ്മൾ പഴയ ഇതിന് മുമ്പത്തെ രാജധാനി എക്സ്പ്രസ് വീഡിയോ എടുത്ത് കണ്ടാൽ 2025 സെപ്റ്റംബറിൽ ക്യാപ്ചർ ചെയ്ത വീഡിയോ എടുത്ത് കണ്ടാൽ ഫുള്ള് പച്ചപ്പായിരുന്നു. അത് മൊത്തം മാറി ഉണങ്ങിയതാണ്. ഈ യാത്രയിൽ കൂടുതൽ നേരം ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഡോറിലൂടെ ഇറങ്ങി വന്നിട്ടില്ല. കാരണം ഒന്നും ക്രോസിങ്സ് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സാവന്തവാടിയിൽ വെച്ച് നമ്മൾ തുത്താരിയെ ക്രോസ് ചെയ്തു. തുത്താരി വന്ന് കിടക്കണ്ടായിരുന്നു സാവന്തവാടിയിൽ. പിന്നെ അങ്ങനെ കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നും. ഇനി അങ്ങോട്ട് നമുക്ക് കുറച്ച് ക്രോസിങ്സ് ഉണ്ട്. സിന്ധുദുർഗം വരെ അങ്ങോട്ട് വന്ദേ ഭാരത് ജനശതാബ്ദി തേജസ് ക്രോസിംഗ് ഉണ്ട്. ഇവിടുന്ന് ട്രാക്ക് വർക്ക് നടക്കുന്നത് 20 km/h സ്പീഡ് റെസ്ട്രിക്ഷനാണ്. ഇവിടെ പോയിൻറ്റ്സിന് എന്താ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാഫ് ഇരിക്കുന്നതാണ്. ഇവിടെ കുഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പോയിൻറ്റ്സിൽ മിക്കവാറും സ്ലീപ്പർ റീപ്ലേസ്മെൻ്റ് ആയിരിക്കും. നമ്മൾ സിന്ധുദുർഗിലോട്ട് എത്തണം. സിന്ധുദുർഗിൽ വെച്ച് നമ്മൾ നമ്മുടെ മഡ്ഗാവിലോട്ട് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യുന്നുണ്ട്. 8 കോച്ചുള്ള വന്ദേ ഭാരതാണ്. നമുക്ക് ക്രോസിങ്ങിൻ്റെ കൂടെ ഒരു ഓവർടേക്കും കൂടെ ഉണ്ട്. തൊട്ടപ്പുറത്ത് മാണ്ഡവി എക്സ്പ്രസ് ഒക്കെ ഉണ്ട്. ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാണ്ഡവി കാണാൻ പോകും. ഒരു ഹൈ സ്പീഡ് റണ്ണിങ് ക്രോസിങ് കിട്ടേണ്ടതായിരുന്നു. നല്ല തിരക്കുണ്ടെന്ന് അവകാശപ്പെടുന്നൊരു വന്ദേ ഭാരതാണ്. എൻ്റെ കോട്ട സിസ്റ്റമാണ് എൻ്റെ പ്രശ്നം. സത്യം പറഞ്ഞാൽ കോട്ടകൾ മാറ്റി കഴിഞ്ഞാൽ കുറച്ചുകൂടി സീറ്റ്സുള്ള പോകും. 8 കാറിൽ വന്ദേ ഭാരതാണ്. 16 കാറാക്കണം എന്ന് പറഞ്ഞ ഡിമാൻഡുണ്ട്. ആക്കിയാൽ നല്ലതായിരിക്കും. കാര്യം ബോംബെയിൽ നിന്ന് ഗോവയിലോട്ട് പോകുന്ന വണ്ടിയാണല്ലോ.
കട്ടിക്ക് ടെൻഡിങ് ഉണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് മാണ്ടിയുടെ ഓവർടേക്കും കൂടെ കണ്ടേക്കാം. ഇവിടെ വെച്ച് നമ്മൾ മാണ്ഡവി എക്സ്പ്രസ്സിന് ഓവർടേക്കും കൂടി ചെയ്യുന്നുണ്ട്. ഇതാണ് മാണ്ഡവി എക്സ്പ്രസ്, കൊങ്കൺ റെയിൽവേയിലെ ഫുഡ് കിങ് എന്നറിയപ്പെടുന്ന മാണ്ഡവി എക്സ്പ്രസ്. നമ്മൾ മാണ്ഡവി ഓവർടേക്കും ചെയ്തു, വന്ദേ ഭാരത് ക്രോസും ചെയ്തു. നമുക്കിനി ഒരു ഓവർടേക്കും കൂടി ഉണ്ട്. നമ്മുടെ സാവന്ത്വാടി റോഡ് ദിവ സിന്ധുദുർഗ് എക്സ്പ്രസിൻ്റെ ഓവർടേക്കും കൂടി ഉണ്ട്. അതല്ലാണ്ട് എൻ്റെ അറിവിൽ വേറെ ഓവർടേക്കൊന്നുമില്ല. ഏതോ ഒരു സ്റ്റേഷൻ്റെ ഹോം സിഗ്നലിലോട്ട് കയറുകയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ലൂപ്പിലേക്ക് ഒരു ട്രെയിൻ കയറി വരുന്നത് കാണാം. ക്രോസിംഗ് ആണ്. നമ്മളെ പിടിച്ചിടുന്ന, നമ്മുടെ ഹോമിൽ പിടിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് ട്രെയിനിനെ അവിടെ ലൂപ്പിലോട്ട് കയറ്റിയതാണ് അവർ. ഈ റണ്ണിൽ ഇതുവരെ നമ്മൾ ക്രോസിങ്ങിന് വേണ്ടി നമ്മൾ എവിടെയും പിടിച്ച് നിർത്തിയിട്ടില്ല കേട്ടോ. ഈ റണ്ണിൽ ഇതുവരെ എല്ലാം നമ്മൾ തന്നെ റൺ ത്രൂ വരെയായിരുന്നു. ആകെ കാർവാറിൽ നമ്മൾ സ്കെഡ്യൂൾഡ് സ്റ്റോപ്പിന് നിർത്തിയ സമയത്തായിരുന്നു ക്രോസിങ്. അത് കഴിഞ്ഞിട്ടുള്ള ക്രോസിങ്സ് എല്ലാം മറ്റു വണ്ടി വെയിറ്റ് ചെയ്തതാണ്. നമുക്ക് ക്രോസിങ്സ് ഈ ട്രിപ്പിൽ കാര്യമായിട്ട് പിടിക്കാൻ പറ്റിയിട്ടില്ല. മിക്കവാറും എല്ലാ ക്രോസിങ്ങും എനിക്ക് മിസ്സായി. കഴിഞ്ഞിടയ്ക്ക് വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, എന്താണ് ഡോണ്ട് ഷോ ഓഫ് യുവർ നോളേജ് എന്നൊക്കെ പറഞ്ഞ്. എന്തിൻ്റെ കേടാന്ന് മനസ്സിലാവുന്നില്ല മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കമൻറ്റ്. എന്തിനായാലും എനിക്കറിയാവുന്നത് ഞാൻ ഷെയർ ചെയ്യുന്നു. അതിന് ഷോ ഓഫായിട്ട് നിങ്ങൾക്ക് തോന്നുകയെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് വിരോധമില്ല. ഷോ ഓഫ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. അപ്പോൾ സിഗ്നൽസിനെ പറ്റി പറയുമ്പോൾ സാധാരണ അതിൽ നമ്മൾ സ്റ്റേഷനിലോട്ട് കയറാൻ വേണ്ടി സ്റ്റേഷന് പുറത്ത് നമ്മൾ നിർത്തും. നമ്മൾ ഔട്ടർ സിഗ്നൽ എന്ന് വിളിക്കുന്ന സിഗ്നൽ, അതിനെ ഹോം സിഗ്നൽ എന്നാണ് വിളിക്കുന്നത്. ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിർത്തിക്കഴിഞ്ഞാൽ മെയിനിൽ നിന്ന് കിടക്കുന്ന ട്രെയിൻ, സ്റ്റേഷൻ പരിധിയിൽ നിർത്തി കിടക്കുന്ന ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സിഗ്നലാണ് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പാസ് ചെയ്ത സിഗ്നൽ ഹോം സിഗ്നലായിരുന്നു. ഈ സ്റ്റേഷൻ്റെ യാർഡിൻ്റെ അങ്ങേ അറ്റത്തെത്തുമ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത് സ്റ്റാർട്ടർ സിഗ്നലാണ്. നമുക്കിവിടെ ഒരു ക്രോസിംഗ് ഉണ്ട്. ഒരു വാപ്പ് 7 ഹൗളിൻ്റെ ട്രെയിൻ കിടക്കുന്നുണ്ട്. വാപ്പ് 7 പക്ഷേ കരി പിടിച്ചിരിക്കുന്നു. വാപ്പ് 7 ഇതെന്ത് ലിവറിയാണോ? അവിടെ ഷെഡിന് 30567 ആണ്. അജ്മേർ എറണാകുളം മരുസാഗർ എക്സ്പ്രസ് ആണ്. എല്ലാം ശരിയായിട്ട് പോയി കഴിഞ്ഞാൽ ഈ ട്രെയിനിൽ നിന്നും നമ്മുടെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ പാസ് ചെയ്യുന്ന സിഗ്നലാണ് സ്റ്റാർട്ടർ സിഗ്നൽ എന്ന് പറയുന്നത്. ഈ സ്റ്റാർട്ടർ സിഗ്നൽ കഴിഞ്ഞിട്ട് മുന്നിൽ ഒരു പച്ചയും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ റെഡായി. അതിനെ നമ്മൾ അഡ്വാൻസ് സ്റ്റാർട്ടർ അഥവാ ലാസ്റ്റ് സ്റ്റോപ്പ് സിഗ്നൽ എന്ന് പറയും. നമ്മൾ അടുത്ത ക്രോസിങ്ങിന് വേണ്ടി സ്ലോ ഡൗൺ ചെയ്തു. ഇപ്രാവശ്യം നമ്മളെ ക്രോസിങ്ങിന് പിടിച്ചിരുന്നത്, അതായത് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ക്രോസിങ്ങിന് പിടിച്ചിരുന്നില്ല. പകരം അതിന് മുമ്പായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഔട്ടറിൽ പിടിച്ചിടുക, അതായത് ഹോം സിഗ്നലിൽ നമ്മൾ പിടിച്ചിടുക, ഓപ്പോസിറ്റ് വേണ്ടി ലൂപ്പിൽ കയറ്റി നിർത്തുക, എന്നിട്ട് നമ്മൾ കടത്തി വിടുക. അങ്ങനത്തെ ഒരു ഫാഷനിലാണ് ഈ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈഭവവാടി റോഡ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലൂടെ കയറാൻ പോകണം. അവിടെ നമ്മളെ കാത്ത് മഡ്ഗാവിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. മുംബൈ CSMT മഡ്ഗാവ് ജനശതാബ്ദി എക്സ്പ്രസ് ഇന്ത്യയിലത്തെ ആദ്യത്തെ ജനശതാബ്ദി എക്സ്പ്രസ്സാണ്. ഇതൊരു അടിപൊളി സർവീസാണ്. നോൺ മൺസൂൺ ഷെഡ്യൂളിൽ ഇപ്പോൾ ഓടുന്ന ഷെഡ്യൂളിൽ. ഈ ഷെഡ്യൂൾ ഒരു പ്രാവശ്യം എൻ്റെ വേണ്ടി യാത്ര ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ബോംബെയിൽ നിന്ന് മുംബൈ CSMT മഡ്ഗാവിലേക്ക് വരണം. കല്യാൺ ഷെഡിൻ്റെ 37052 ആണ് ലോക്കോ. ഇതാണ് മുംബൈ CSMT മഡ്ഗാവ് ജൻ ശതാബ്ദി എക്സ്പ്രസ്.
വിസ്താഡോം കോച്ചൊക്കെയുള്ള ട്രെയിനാണ്. നമുക്കൊരു പ്രാവശ്യം വരണം. വിസ്താഡോം വേണ്ട, സാധാരണ AC ചേർക്കാറ് മതി. വിസ്താഡോമിൽ കാണാനും മാത്രം വിസ്താഡോം കാണണം. ശരിക്കും എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ മൺസൂണിൽ വരണം. കാറിൽ നിന്ന് ലഞ്ച് പാക്കറ്റ്സ് പോയി തുടങ്ങി ഓരോ കോച്ചിലേക്കും. ഇപ്പോൾ നമ്മുടെ കോച്ചിലേക്കുള്ളത് ഇപ്പോൾ വരും. നല്ല കുലുക്കമുണ്ട്. ഞാനത് കുലുക്കം കിട്ടാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ മറ്റേ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് ഈ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യുന്നത്. ഇത്രയും കുലുക്കമുണ്ട് കേട്ടോ. അതായത് ഭയങ്കര കുലുക്കമാണ് ഇതിന്. വാഗുട്ടൻ ബ്രിഡ്ജ്, ഇതൊക്കെ നമ്മൾ മൺസൂണിൽ ക്യാപ്ചർ ചെയ്തത്. അന്നൊക്കെ നല്ല വെള്ളം ഫുള്ളും പച്ചപ്പ് വരുന്നു. ഇതൊക്കെ മാറി. ഇതേ റൂട്ട് സമ്മറിലൊന്നും സഹിക്കില്ല കേട്ടോ. ഇപ്പോഴത്തെ അവസ്ഥ സമ്മറിൽ ഒട്ടും സഹിക്കില്ല. നമുക്കിനി അധികം താമസിച്ചത് ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, ഫുള്ള് ഉണങ്ങിയിരിക്കുന്നുണ്ട്. സമ്മറിൽ വന്ന പോലെ ഉണ്ട്. അങ്ങനെ നമ്മളെ ഫൈനലി ലൂപ്പിലോട്ട് കയറ്റാൻ പോവുകയാണ്. ലെഫ്റ്റ് സൈഡ് ലൂപ്പിലേക്കാണ് നമുക്ക് റൂട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിരിക്കുന്നത്. ഈ ഓട്ടത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ക്രോസിങ്ങിന് വേണ്ടി ലൂപ്പ് ലൈനിലേക്ക് കയറുന്നത്. നമ്മൾ കയറാൻ പോകുന്ന സ്റ്റേഷനാണ് വൈഭവ്വാടി റോഡ് സ്റ്റേഷൻ. നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്ന വണ്ടിയാണ് മുംബൈ CSMT മഡ്ഗാവ് തേജസ് എക്സ്പ്രസ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ തേജസ് എക്സ്പ്രസ് ആണിത്. ഇത് തുടങ്ങിയ സമയത്ത് മുംബൈ CSMTയിൽ നിന്നും കർമാളി വരെയായിരുന്നു ഓടിയിരുന്നത്. പിന്നീട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അവർ മഡ്ഗാവിലേക്ക് നീട്ടിയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിലത്തെ ആദ്യത്തെ തേജസ് എക്സ്പ്രസ് ആണെന്നുണ്ടെങ്കിലും, ഹൈ പ്രയോറിറ്റി വണ്ടി ആണെന്നുണ്ടെങ്കിലും, ഈ വണ്ടി പലപ്പോഴും യാത്രക്കാരെ തേച്ചൊട്ടിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വൈഭവ്വാടി റോഡ് സ്റ്റേഷനിലെ ലൂപ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ക്രോസ് ചെയ്യേണ്ട വണ്ടിയിൽ ഓൾറെഡി കയറി വരുന്നുണ്ടാവും. ഓക്കെ, വൈഭവ്വാടി റോഡല്ലാണ്, രാജാപൂർ റോഡ് സ്റ്റേഷനാണ്. ദറ്റ് മിസ്റ്റേക്ക് ഇസ് റിഗ്രറ്റഡ്. നമുക്ക് ക്രോസ് ചെയ്യേണ്ട വണ്ടി ഓൾറെഡി കയറി വരുന്നുണ്ടോ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഈ വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് നിന്നേക്കാനുള്ളത്. നമ്മൾ മെയിൻ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പൂർണ്ണമായിട്ട് ലൂപ്പിലോട്ട് കയറി. ഇതുവരെ സ്റ്റാർട്ടർ മാറിയിട്ടില്ല. ഇത്ര ലേറ്റ് ആവാറില്ല. പെട്ടെന്ന് ഇവർ സിഗ്നൽ മാറ്റുന്നതാണ്. എന്താണോ എന്നത്. ഇതിപ്പോൾ പ്രീമിയം വണ്ടി 1 ക്രോസിംഗ്, പ്രീമിയം വണ്ടി 2 എന്നുള്ള അവസ്ഥയാണ്. രാജധാനിയും പ്രീമിയം വണ്ടിയാണ്, തേജസും പ്രീമിയം വണ്ടിയാണ്. അങ്ങനെ ആദ്യം വരുന്നതിന് നിർത്തുക എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ നിർത്തിയ രാജാപൂർ റോഡ് സ്റ്റേഷൻ. നമ്മുടെ സ്റ്റാർട്ടർ ഇതുവരെ ആയിട്ടില്ല. എന്താണോ സംഭവം, സ്റ്റാർട്ടർ നമ്മുടെ ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ക്യാമറ ഓഫ് ചെയ്തല്ലോ. അപ്പോൾ കറക്റ്റ് സ്റ്റാർട്ടർ മാറി. നമ്മളിത് രാജാപൂർ റോഡിൽ നിന്ന് പുറപ്പെടുന്നു. ഇവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന എൻ്റെ അറിവിൽ മാണ്ഡ്വിക്കാണ്. മാണ്ഡ്വിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ.
രാജാപൂർ റോഡ് സ്റ്റേഷൻ. നമ്മളെ വീണ്ടും ക്രോസിങ്ങിന് പിടിച്ചു. ദിസ് ഇസ് വിൽവടെ സ്റ്റേഷനിൽ നമ്മളോട് പറയുകയാണ് നില്ലവിടെ. ഇത് മോസ്റ്റ്ലി മംഗള എക്സ്പ്രസിൻ്റെ ക്രോസിംഗ് ആയിരിക്കും. ലഞ്ച് വന്നിരിപ്പുണ്ട്. ഈ ക്രോസിങ് കഴിഞ്ഞോണ്ട് പോയി ലഞ്ച് കഴിച്ചേക്കാം. അപ്പോൾ നമ്മൾ വന്ന് നിന്നതും നമ്മുടെ ഓപ്പോസിറ്റ് ലൈനിലുള്ള വണ്ടി വരുന്നുണ്ട്. ഇത് കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഷടയിൽ നിന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്സും അതുപോലെ മുംബൈയിൽ നിന്നും വരുന്ന മാണ്ഡവി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. എനിക്ക് നമ്മളൊരു നിവാസറിലോ എല്ലാം വെച്ച് നമ്മൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടുപേരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കഴിച്ചാൽ നമുക്ക് ആ ക്രോസിങ് കൂടി കിട്ടും. ARCL ഓണർഷിപ്പിലുള്ള വാഗൺസാണ് ഇതെല്ലാം. DLTV തുഗ്ലക്കാബാദ് ഡീസൽ ഷെഡിൻ്റെ വാഗൺ9 ആയിരുന്നു ലോക്കോ 33793. ഇവർക്ക് സ്വന്തമായിട്ട് ലോക്കോ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വരുന്നതും പോകുന്നതായിട്ടുള്ള ലോക്കോസൊക്കെ ഉപയോഗിച്ചാണ് ഇവർ ഷണ്ടിങ്ങും ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് എല്ലാം ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിൻ ലൈനിലോട്ട് കയറുന്നു. നമുക്ക് പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ അതിനെ പെട്ടെന്ന് നമ്മുടെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ഒരു പനീർ കറി ഉണ്ട് പതിവ് പോലെ വെള്ളം കൂടുതലും കഷ്ടമൊന്നും ഇല്ലാത്തതുമായൊരു പനീർ കറി. ടേസ്റ്റൊന്നുമില്ല. 2 റൊട്ടിയുണ്ട്, ചോറുണ്ട്, ദാളുണ്ട്, ആവറേജാണ്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങും പട്ടാണിട്ടൊരു കറിയുണ്ട്. പിന്നെ നമ്മുടെ തൈരുണ്ട്, പിന്നെ അച്ചാറുണ്ട്. അച്ചാരം കഴിക്കാറില്ല. ഇത്രയാണ് നമ്മുടെ ഫുഡിനകത്തുള്ളത്. ചോറ് വേണ്ടി കൊണ്ടുവന്ന ഐസ്ക്രീമിനൊരു സർപ്രൈസ് ഉണ്ട്. അത് മിൽമയുടെ ഐസ്ക്രീം. അത് ഞാൻ അമൂലാണ് പ്രതീക്ഷിച്ചവിടെ മിൽമയാണ് വന്നിരിക്കുന്നത്. ക്രോസിന് പിടിക്കാൻ വേണ്ടി ഡോറിൽ ഓടി വന്നതാണ്. പക്ഷെ വന്നപ്പോഴേക്ക് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും ലൂപ്പിൽ കയറി, നമ്മളും ലൂപ്പിൽ കയറി. ഇതിപ്പോൾ നിവാസർ സ്റ്റേഷനുണ്ട് ഓർമ്മിച്ചാണ്. ആ കിടക്കുന്ന കേരള സമ്പർക്കാന്തിയാണ്. അവന് കുഴപ്പമില്ല, സ്റ്റാർട്ടറായി കഴിഞ്ഞു. അപ്പോൾ പോകുന്നത് കേരള സമ്പർക്രാന്തിയാണ്. ചണ്ഡീഗഡ് തിരുവനന്തപുരം നോർത്ത് കേരള സമ്പർക്രാന്തി എക്സ്പ്രസ്. നോർത്തേൺ റെയിൽവേയുടെ ട്രെയിനാണത്. നമുക്ക് ഇതൊരു സ്റ്റാർട്ടർ വന്നിട്ടില്ല. ഇനി വല്ല ഡബിൾ ക്രോസിംഗ് ആണോ എന്നറിയില്ല കേട്ടോ. വേറെ വല്ല വണ്ടിയും കൂടി വരുന്നോന്നൊന്നും അറിയില്ല. നമുക്കൊരു സ്റ്റാർട്ടറായി. അപ്പോൾ അങ്ങനെ ഇന്നും മിക്സ് ചെയ്ത ക്രോസിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഒരെണ്ണം കൂടി ചേർത്തിരിക്കുകയാണ്. കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസ്. ഇനി നമ്മൾ മാണ്ഡവ്യ ക്രോസിംഗ് ഉണ്ട്. അതിന് മിക്കവാറും രത്നഗിരി സ്റ്റേഷൻ വെച്ച് ക്രോസ് ചെയ്യും.
നമ്മളങ്ങനെ രത്നഗിരി സ്റ്റേഷനിലെത്തി. ഒരു അല്പം ലേറ്റാണെന്ന് തോന്നുന്നു. ഓൺ ടൈം അല്ല എൻ്റെ അറിവിൽ. 2:05 നമ്മൾ ഇറങ്ങുമ്പോൾ. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. ഒരുപാട് ഫ്രൂട്ട്സ്, വടപ്പാവ്, അങ്ങനെ കുറേ സാധനങ്ങൾ അവൈലബിൾ ആണ്. കക്കിരി, പേരയ്ക്ക, കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. जो निकल रही है वही मिलेगी, इसमें पैक है और आगे जाओगे सेकंड चाहिए वो बनता है। അങ്ങനെ രത്നഗിരിയിൽ നിന്ന് പുറത്തിറങ്ങി. രത്നഗിരിയിലെ കൊച്ചിൻ ഡിപ്പോ ആണിത്. ഇവിടെ ഈ ട്രാക്ക് മെയിൻ്റനൻസ് മെഷീനും ഇതൊക്കെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇവിടെ കോച്ചുകളൊന്നും ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. കോച്ചുകളൊക്കെ ഇവിടെ നിന്ന് നേരെ ഇവിടെ കൊണ്ടുപോകും. മടുകാമല കൊണ്ടിട്ട് അവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് മുന്നിലോട്ട് മാറി ഒരു പിറ്റ് ലൈൻ തന്നെ ഉണ്ടായിരുന്നു. പിറ്റ് ലൈൻ ഇപ്പോൾ ഫങ്ഷനിലല്ല. തിരിച്ച് മെയിൻ ലൈനിൽ കയറി. ഇനി കുറച്ച് ദൂരം കഴിയുമ്പോൾ നമ്മുടെ ലോങ്ങസ്റ്റ് ടണലിലെത്തും. KRL 7-7.5 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പഴയ പിറ്റ് ലൈന്. മൊത്തം ദ്രവിച്ചു പോയി. ഇപ്പോൾ ഇത് ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ 2-3 വർഷത്തോളമായി. ഈ ഒരു ഭാഗത്തെ പ്രത്യേകതയാണ് ഈ പൊക്കത്തിലുള്ള വയഡക്റ്റുകൾ. കണ്ടോ, നല്ല പൊക്കത്തിലത്. നമ്മളൊരുമാതിരി ലോകത്തിൻ്റെ ഏറ്റവും നെറുകയിലെത്തിയ പോലത്തെ ഒരു ഫീലിംഗ്. അത് കണ്ടോ, നല്ല പൊക്കമാണ്. നല്ല പൊക്കത്തിലാണ് ഈ വയഡക്റ്റുകളൊക്കെ. അത് ഈ ഒരു റൂട്ടിൻ്റെ ഈ ഒരു സെക്ഷൻ്റെ പ്രത്യേകത. രത്നഗിരി ഭാഗത്ത് മൊത്തം ഇങ്ങനത്തെ വയഡക്റ്റുകളും പാലങ്ങളും ടണലുകളും ഒക്കെയാണ്. ലോഹാർവാടി വയഡക്റ്റ്. ഇതൊക്കെ മഴക്കാലത്ത് ചെറിയ ചെറിയ ചാലുകളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വീണ്ടും ഒരു ക്രോസിങ്ങിന് നിൽക്കാൻ പോകണോ എന്നൊരു സംശയം. ഇതിപ്പോൾ ഏതാ വണ്ടിയെന്ന് അറിയില്ല കേട്ടോ. അതിന് ദൂരെ ഒരു പുഴയോ ഡാമോ എന്തോന്നുണ്ട്. കണ്ടോ, വെള്ളം കാണാൻ വരുന്ന. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളമൊന്നും ഒഴുകി പോകുന്നില്ല. അതിന് ഡാം വല്ലതാണോ അറിയില്ലത്. ലൂപ്പിലോട്ട് കയറാം നമ്മൾ. കഴിഞ്ഞ വർഷമൊക്കെ രാജധാനിക്ക് നമ്മൾ വന്നപ്പോൾ നമുക്ക് രത്നഗിരി വരെയായിരുന്നു ക്രോസിങ്ങിൻ്റെ മേളം. രത്നഗിരി കഴിഞ്ഞ് നമ്മൾ വിട്ടുപോയിരുന്നു. ഇന്ന് ഫോർ ചേഞ്ച് രത്നഗിരി കഴിഞ്ഞപ്പോഴാണ് നമ്മളെ പിടിച്ചിടാൻ തോന്നുന്നത്. ഇതെന്ത് ക്രോസിങ്, ഇതെന്തിൻ്റെ ക്രോസിംഗ് ഒന്നും ഒരു പിടിയില്ല കേട്ടോ. റൈറ്റോ വല്ലതും ആയിരിക്കും.
നമ്മുടെ ട്രെയിനിൽ ആ ഫ്രണ്ടിലത്തെ കോച്ചിൽ എയർ ലീക്ക് ആണോ എന്ന് സംശയം. കുറേ നേരെ സ്റ്റാഫ് അവിടെ അടിയിലത്തെ നോക്കുന്നു. അവരവിടെ ചെന്ന് എന്തോ ചെയ്യുമ്പോൾ ആ സൗണ്ട് നിൽക്കും. അവർ മാറിയാണ് എയർ പോകുന്ന സൗണ്ട് കേൾക്കാം. എയർ ലീക്ക് ഉണ്ടെന്നോ ആ കോച്ചിന്. അപ്പോൾ നമ്മൾ ഭോക്കെ സ്റ്റേഷനിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ച് കേട്ടോ. ഇതാണ് ഭോക്കെ സ്റ്റേഷൻ. ഭോക്കെ സ്റ്റേഷനിൽ ലൂപ്പ് ലൈനിൽ നമ്മൾ കിടക്കുകയാണ്. കുറച്ചധികം നേരം നമ്മളിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഓപ്പോസിറ്റ് വരേണ്ടത് ദിവാ സാവന്ത്വാടി റോഡ് എക്സ്പ്രസ് ആണ്, സിന്ധുദുർഗ് എക്സ്പ്രസ് ആണ് വരേണ്ടത്. കുറച്ചധികം നേരം നമ്മൾ നിൽക്കാത്തതുകൊണ്ട് അത് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ സിഗ്നൽ എന്തെങ്കിലും പച്ചയായിട്ടാണ് അതിന് പോകാനുള്ള. അതിൻ്റെ സ്റ്റാർട്ടർ കൊടുത്തിട്ടുണ്ട് അവർ. വണ്ടി വരുന്നുണ്ടെന്ന് ഒരു ഹെഡ്ലൈറ്റ് കാണാനുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഇത്രയും നേരം പോസ്റ്റാക്കിയിട്ട് കയറി വരുന്നുണ്ട്. ദിവാ സാവന്ത്വാടി റോഡ് സിന്ധുദുർഗ് എക്സ്പ്രസ്. ഞാനൊരു WCAM3 ഇതുവഴി പറന്നടിച്ചു വന്ന് കാണാൻ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ വരുന്നൊരു VAP 4 ആണ്. 2 ലോക്കോ ഉണ്ടല്ലോ. ലീഡ് ലോക്കോ ഭൂസാവലിന് 22900 ആണ്. ബാക്കിൽ ഒരു P4 ഉണ്ട്. ഭൂസാവലിൻ്റെ തന്നെ. റെയിൽവേ എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ല വണ്ടി കേട്ടോ. ഏഷ്യൻ 3 tier എക്കണോമിയിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്യുക, കയറി ഇരിക്കുക. എല്ലാ സ്റ്റേഷനിലും ഇതാണ് ഭോക്കെ സ്റ്റേഷൻ ബിൽഡിംഗ്. ഈ സ്റ്റേഷൻ്റെ യാർഡിൽ തന്നെ ഒരു പാലമുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ ചെന്ന് കയറുന്ന ഒരു ടണലിലേക്കാണ്. അപ്പോൾ നമ്മൾ ചിപ്ലൂൺ സ്റ്റേഷനോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് കുറച്ച് നേരം ഒന്ന് മയങ്ങി ഓക്കെ കഴിഞ്ഞിട്ട്. സാവർഡ സ്റ്റേഷനാണ്. ആ കിടക്കുന്നത് ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് ആണ്. അടുത്ത സ്റ്റേഷൻ കാംധേ സ്റ്റേഷനിലേക്ക് നമ്മളെത്തുന്നു. കാംധേയിൽ നമ്മൾ കാത്ത ട്വിൻ WDG4 ഹൗൾഡ് ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട്. പുണെ ഷെഡിനാൽ WDG4 129. മുസഫർപൂർ വാസ്കോ സ്പെഷ്യലാണ്.
ചിപ്ലൂൺ ടണലിലേക്ക് കയറുന്നു. നമ്മൾ ചിപ്ലൂൺ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. ചിപ്ലൂണിൽ ഒരു അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഒരു വടപ്പാവ് ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ചിപ്ലൂണിൽ കിടക്കുന്നു. സ്റ്റോപ്പില്ല. രത്നഗിരി കഴിഞ്ഞതിന് വേണ്ടി നേരെ പൻവേലാണ് സ്റ്റോപ്പുള്ളത്. വെള്ളം തീരെയില്ല. മൺസൂണിൽ നല്ല വെള്ളമാണ്. ഭോസ്തെ പുൽ ഇപ്പം തോടുകളായിരുന്നു കേട്ടോ. ഇതൊന്നും വെള്ളമില്ല. ഇപ്പോൾ മൊത്തം ഉണങ്ങി കിടക്കുകയാണ്. തൊട്ടപ്പുറത്തൊരു പുഴയുണ്ട്. ആ പുഴയിലും കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. സാവിത്രി നദിയാണെന്ന് തോന്നുന്നു. കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. നമ്മൾ വീർ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു നദിയെ പാസ് ചെയ്യും. നമുക്ക് ആ നദിയെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി നോക്കണം. എന്നാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഖേഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ വെച്ച് മിക്കവാറും നമ്മുടെ തിരുവനന്തപുരത്തേക്കുള്ള നേത്രാവതി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യണം. ഖേഡ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. വിജയവാഡയുടെ 3757 ലോക്മാന്യ തിലക് ടെർമിനസ് തിരുവനന്തപുരം സെൻട്രൽ നേത്രാവതി എക്സ്പ്രസ് ആണ്. ഈ ട്രെയിനിൽ നിന്ന് എൻഡ് ടു എൻഡ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ കുറച്ച് കാലമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നടക്കുന്നില്ല. ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. മസാല മുറുമുറ, സേവ സാൻഡ്വിച്ച്, ഡ്രൈ ഫ്രൂട്ട് പട്ടിച്ച, കച്ചോരിയാണെന്ന് തോന്നുന്നു. തുറന്നാണ് ചേർന്ന് കച്ചോരി തന്നെയാണ് വന്നിരിക്കുന്നത്. കച്ചോരിയാണ് ഇതൊക്കെയാണുള്ളത്. പിന്നെ ചായയും സാധനങ്ങളൊക്കെയാണ്. ഭയങ്കര കുലുക്കം വണ്ടിക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊങ്കൺ റെയിൽവേയുടെ അവസാനത്തേക്ക് എത്തുകയായി. നമ്മളിപ്പോൾ ഏകദേശം റോഹ സ്റ്റേഷൻ അടുത്തെത്തുന്നു. വീരിൽ വെച്ച് ഡബിൾ ലൈൻ തുടങ്ങുന്ന കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ സമയത്ത് ആണ് സ്നാക്സ് വന്നത്. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു നമ്മൾ ഡബിൾ ലൈനിലോട്ട് കയറിയത്. സെൻട്രൽ റെയിൽവേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വസായി റോഡ് എത്തുന്ന വരെ നമ്മൾ സെൻട്രൽ റെയിൽവേ കൂടെയാണ് ഓടാൻ പോകുന്നത്. അതെ, അവിടെ ഒരു മഞ്ഞ കളർ ബോർഡ് കാണാം. അതാണ് കൊങ്കൺ റെയിൽവേയുടെ ടെറിട്ടറി മാർക്കിങ്. താങ്ക് യു ഫോർ ട്രാവലിംഗ് ഓൺ കൊങ്കൺ റെയിൽവേ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ മുതൽ സെൻട്രൽ റെയിൽവേയുടെ മുംബൈ ഡിവിഷൻ ആരംഭിക്കുകയായി. നമുക്കിവിടെ അൺസ്കെഡ്യൂൾഡ് ഹോൾട്ട് ഉണ്ടോ അത് നേരെ റൺ ത്രൂ ആണോ എന്നുള്ളത് കണ്ടറിയാം.
ഇതാണ് റോഹ സ്റ്റേഷൻ. മറാഠിയിൽ റോഹെ എന്നാണ്. റൺ ത്രൂ ആണ്, നമ്മളവിടെ പിടിച്ചിടുന്നില്ല. ഇതാണ് സ്റ്റേഷൻ. അപ്പോൾ അങ്ങനെ റോഹ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഏകദേശം നാഗോഠണയുടെ അടുത്തേക്ക് എത്താറ്. നല്ല ഭംഗിയുള്ള മലകൾ പാരലായിട്ടുള്ള സ്ഥലമാണത്. നമുക്കിനി പൻവേൽ എത്തുന്നതിന് മുമ്പ് 2-3 ക്രോസിങ്ങും കൂടി ഉണ്ട്. ഇവിടെ മുന്നിൽ അപ്പ് ലൈനും ഡൗൺ ലൈനും ചെറുതായിട്ടൊരു ഡിഫറെൻറ്റ് അലൈൻമെൻറ്റ് എടുത്ത് പോകുന്നു. അപ്പുറത്ത് കാണുന്ന ഡൗൺ ലൈൻ്റെ അലൈൻമെൻറ്റ് പുതിയ അലൈൻമെൻറ്റാണ്. അത് അവിടുന്ന് ടണലിൽ നിന്നാണ് അത് ഇറങ്ങി വരുന്നത്. നമ്മുടെ ലൈന് അപ്പ് ലൈനും ടണൽ വഴി തന്നെ, പക്ഷേ കുറച്ച് നീളം കൂടുതലാണ് നമ്മുടെ ലൈൻ. വൈകുന്നേരം എപ്പോഴും ചൂട് മാറി ചെറുതായിട്ട് തണുപ്പ് വന്നു തുടങ്ങി. ഡൗൺ ലൈന് ഇപ്പോഴത്തെ കൂടെ തന്നെ ഉണ്ട്, സൈഡിൽ കൂടെ തന്നെ ഉണ്ട്. അത് താഴെ കൂടെയാണ് പോകുന്നത്. നമ്മളിനി കുറച്ച് ദൂരം കൂടി സ്പ്ലിറ്റ് ആയിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഒരുപാടൊന്നും എനിക്ക് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം മെയിൻലി എന്തായിരുന്നു വെച്ചാൽ, ഒന്ന് നമ്മൾ ക്രോസിങ്സിന് വേണ്ടി നിർത്തിയത് വളരെ കുറവായിരുന്നു. 2 കഴിഞ്ഞ കുറച്ച് പ്രാവശ്യമായിട്ട് ഈ ഒരു 2025 യാത്രകൾ മിക്കവാറും എല്ലാം ഞാൻ കൊങ്കൺ റെയിൽവേ വഴി തന്നെയായിരുന്നു. നമ്മൾ മൺസൂണിലും അതല്ലാണ്ട് കൊങ്കൺ റെയിൽവേ വളരെ നന്നായിട്ട് നമ്മൾ കവർ ചെയ്തു ഈ വർഷം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു യാത്രയും കൂടി ഞാൻ കൊങ്കൺ റെയിൽവേ കൂടെ തന്നെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നുണ്ട്, 2025 അവസാനത്തെ യാത്ര. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വേണ്ടെന്ന് വെച്ച് തന്നെയാണ് ഞാൻ കുറച്ച് കവറേജ് കട്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം കാണിക്കാൻ പറ്റാണ്ട് പോയ കുറച്ച് യുണീക്ക് സാധനങ്ങൾ ഇപ്രാവശ്യം കാണിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ എൻ്റെ കൂടുതൽ ഉദ്ദേശവും ഭക്ഷണത്തിൻ്റെ റിവ്യൂവും മറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും 3 മീലാണ് നമുക്ക് കിട്ടുന്നത്. അതിനൊക്കെ റിവ്യൂ ഉള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മൾ നാട്ടിൽ നിന്നും വഡോദരയിലേക്ക് എത്താനുള്ള ഏറ്റവും എളുപ്പം മാർഗമാണ് ഈ വണ്ടി. അതായത് രാത്രി 12:50 ഷൊർണൂരിൽ നിന്നും പുറപ്പെട്ട് 12:50 ഇന്ന് ഡിസംബർ 13, 2025 12:50 പുറപ്പെട്ടിട്ട് അതേ ദിവസം രാത്രി 11:45 വഡോദര ചെന്നെത്താന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ശരിക്കും നമ്മുടെ യാത്ര ഈ വണ്ടിക്ക് ആയിരുന്നില്ല. ഞാൻ ഒറിജിനലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റൊരു വണ്ടിക്കായിരുന്നു. മറ്റ് 2 വണ്ടികൾ മാറിയിട്ടാണ് ഇതിലേക്ക് ഞാൻ വന്നത്. അപ്പോൾ അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ ഉണ്ടായതുകൊണ്ട് വോട്ടിടാൻ പോകേണ്ടി വന്നു. അപ്പോൾ ഒരു ദിവസം അങ്ങനെ മാറ്റി വയ്ക്കേണ്ടി വന്നു. പിന്നെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളും വന്നു. നമ്മളിന്ന് നാഗോഠണ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറേ പണി നടക്കുന്നുണ്ട്, കുറേ പണിക്കാരൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടൊരു ഗുഡ് ഷെഡ് പോലെ ഉണ്ട്. കുറേ കാര്യങ്ങൾ
ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റേൺ ഇല്ല, ഗോണ്ട ഷെഡിലെ 27271. സമയം 5:09. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 50 മിനിറ്റ്, 45 to 50 മിനിറ്റ് സമയമുണ്ട് പൻവേൽ ഓടിയെത്താൻ. അങ്ങനെ സെൻട്രൽ റെയിൽവേ ടെറിട്ടറി കൂടെ നമ്മുടെ ഓട്ടം തുടരുകയാണ്. ഇവിടെ 100 km/h ആണ് ഒരു സംശയം. 110 ഫീല് കിട്ടുന്നില്ല, അറിയില്ല. പിന്നെ റൈഡ് ക്വാളിറ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്ര സൂപ്പറല്ല, നല്ല കുലുക്കവും ആട്ടമൊക്കെ ഉണ്ട്. പക്ഷേ കൊങ്കൺ റെയിൽവേയിൽ ഉണ്ടാകുന്ന റൈഡ് ക്വാളിറ്റിയെക്കാളും ബെറ്ററാണിത്. കൊങ്കൺ റെയിൽവേയിൽ ഇപ്പോൾ വളരെ മോശമാണ് റൈഡ് ക്വാളിറ്റി. അതുപോലെ നമ്മുടെ LP മാർക്ക് കുറച്ച് ധൃതി കൂടുതലാണ്, ഭയങ്കര ദിവസമാണ്. മത്സ്യഗന്ധ എക്സ്പ്രസ് അപ്ലൈൻ വേറെ, ഡൗൺലൈൻ വേറെ വഴിക്ക് പോയാൽ ദൂരെ കാണുന്ന ഡൗൺലൈൻ. അത് പുതിയ ലൈനിട്ടാണ്, നമ്മൾ പോകുന്നത് പഴയ ലൈനിട്ടാണ്. ഓസിലേഷൻസ് വളരെ കൂടുതൽ കേട്ടോ, ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്, വളരെ കൂടുതൽ ഓസിലേഷൻ. മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. പച്ചയുണ്ട്. പക്ഷേ 22634 അപ്പുറം കൂടെ കയറി പോകുന്നുണ്ടോ? ഏതോ ഒരു വാപ്സാണായിരുന്നു. അതായിരുന്നു ഹസ്രത്ത് നിസാമുദ്ദീൻ തിരുവനന്തപുരം വീക്ക്ലി സൂപ്പർ ഫാസ്റ്റ് 22634. ഇവിടെയും അപ്പ് ആൻഡ് ഡൗൺ ലൈൻസ് വെവ്വേറെ അസൈൻമെൻറ്റ് എടുക്കും. ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡൗൺ ലൈൻ ഒരു ടണൽ പാസ് ചെയ്യുന്നുണ്ട്. ആ കാണുന്ന പാലത്തിനപ്പുറം ഒരു ടണൽ പാസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ടണൽ പാസ് ചെയ്യുന്നത് നമ്മൾ ഈ കുന്നിനെ ചുറ്റിക്കറങ്ങി പോകും. നമുക്ക് ടണലില്ല, നമ്മൾ ഈ കുന്നിനെ ചുറ്റിക്കറങ്ങി പോവുള്ളൂ. ദൂരെ കാണാൻ നമ്മുടെ ഓപ്പോസിറ്റ് ലൈനൊക്കെ കണ്ടോ. പാതാളഗംഗ നദിയായിരുന്നു. ഇവിടെ നല്ല പുക. ഇതൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്, നല്ല കെമിക്കൽ ഫ്യൂംസ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച ഉണ്ടല്ലോ.
ഫ്ലൈറ്റ് പോകുന്നു. ഫ്ലൈറ്റില്ല, ലൈറ്റ് ലോക്ക് വരണം. ബാക്കിലൊരു ഇലക്ട്രിഫൈഡ് ലൈൻ കാണുന്നതാണ് കർജത്ത് ലൈൻ, പൻവേൽ കർജത്ത് ലൈൻ. അതിൽ 2 പുതിയ ലൈനുകൾ വരുന്നുണ്ട്, ഒരെണ്ണം എക്സിസ്റ്റിംഗ് ലൈനുമാണ്. അതിൽ പുതിയ ലൈന് ആ പാലത്തിന് മുകളിൽ കൂടെയാണ് പോകുന്നത്. പാലത്തിന് മുകളിൽ കൂടെ പോകുന്ന പുതിയ ലൈനും താഴെ കൂടെ ഉള്ളത് എക്സിസ്റ്റിംഗ് ലൈനുമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പൻവേൽ കർജത്ത് ലൈന്. ഈ ലൈൻ നമ്മുടെ ലൈനിൻ്റെ മുകളിൽ കൂടെ പോകുന്നത്. ഇതുവഴിയാണ് നമ്മുടെ മെയിൻ ലൈനെ കടന്ന് എക്സിസ്റ്റിംഗ് പൻവേൽ കർജത്ത് ലൈനിൽ ലെഫ്റ്റിൽ കൂടെ കയറിപ്പോകും. ഇതിന് പണി കുറേ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പൻവേൽ സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. സാറ പറയുന്ന പോയിന്റ്സ് പൻവേൽ സ്റ്റേഷൻ എടുക്കുന്നു. പതിവ് പ്ലാറ്റ്ഫോം നമ്പർ 1ലേക്ക് തന്നെ പോകുന്നു. 1 ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 4. പണ്ട് കാലത്ത് പ്ലാറ്റ്ഫോം നമ്പർ 1 ആയിരുന്നു. കല്യാൺ ചെടിൻ്റെ ട്രെയിൻ തിരുവനന്തപുരം നോർത്ത് സൂപ്പർ ഫാസ്റ്റാണ്. 3 ജീസൺസ് ആണ്. 3 ജീസൺ ഹോൾ കണ്ടെയ്നറായി കിടക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പൻവേലിലെത്തിയിരിക്കുകയാണ്. പൻവേൽ ജംഗ്ഷനിൽ ആണ് പൻവേൽ സ്റ്റേഷൻ. സമയം ഇപ്പോൾ 6 മണി. വണ്ടി ഏറെക്കുറെ ഓൺ ടൈമാണെന്ന് പറയാം. പിന്നെ തൊട്ടപ്പുറത്തുള്ളതാണ് സബർബൻ പ്ലാറ്റ്ഫോം. അത് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ മറ്റേ ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്, നമ്മുടെ ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോറിൻ്റെ. by 4 hours 51 minutes. 4 hours 51 minutes ഏതൊരു ട്രെയിൻ ലേറ്റാന്ന് പറയുന്നത്. അതപ്പോൾ നമ്മുടെ ജബൽപൂർ ആയിരിക്കണം. ജബൽപൂർ കോയമ്പത്തൂർ വേറൊരു വണ്ടി ഇത്രയും ലേറ്റ് ആവില്ല. അപ്പുറത്തെ സൈഡിൽ DFCയുടെ വർക്ക് നടക്കുന്നതാണ് ലൈന്. അവർ എക്സിസ്റ്റിംഗ് ലാൻഡ് താഴ്ത്തിയിട്ടാണ് ലൈൻ പണിയുന്നത്. ലാൻഡ് ഒരു മണ്ണെടുത്ത് താഴ്ത്തി അതിനകത്താണ് ലൈനായിട്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ സ്റ്റേഷൻ്റെ റൂഫ് മൊത്തം പൊളിച്ച് പണിയേണ്ടി വരും.
അപ്പുറത്ത് കൂടെ ഒരു മുംബൈ സബർബൻ ലോക്കൽ വരുന്നതാണ്. അത് പന്മേൽ ടെർമിനേറ്റ് ചെയ്യുന്ന ട്രെയിനാണ്. ഇവിടെ ഭൂമി താഴ്ത്തി അതിലെ ലൈൻ ഇടുന്ന കാണാം. ഇത് DFCയുടെ ലൈനാണ്. പിന്നെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. താഴ്ത്താനുള്ള കാരണം ഇതും കൂടി ഉണ്ട്, ഈ പാലം കൂടി ഉണ്ട്. കാര്യം ഡബിൾ സ്റ്റാക്ക് ട്രെയിനുകൾക്ക് ഓടാനുള്ള അലൈൻമെൻറ്റാണത്. അപ്പോൾ അതിന് ഓടാൻ സ്ഥലം വേണമല്ലോ. ഇപ്പോഴത്തെ സൈഡിൽ അഡീഷണൽ ലൈനുകളൊക്കെ ഇടുന്നത് ഇവിടുത്തെ ടെർമിനസ് പ്രോജക്റ്റിന് വേണ്ടിയുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഉറപ്പില്ല. ഒരെണ്ണം ഷണ്ടിങ് ലൈനാണ്, ബാക്കിയുള്ളതൊക്കെ അഡീഷണൽ ലൈനുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. പിന്നെ പണിയിൽ നിന്ന് ഒന്നും ആയിട്ടില്ല. DFCയുടെ പാലം അല്പം മുമ്പിലായിട്ട് കാണാൻ പറ്റും. അതാണ് DFCയുടെ പാലം. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പാലം ടൂറിസത്തിൻ്റെ പാലം വെച്ച് ടൂറിസത്തിൻ്റെ പാലം വയ്ക്കാൻ ബാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് കളമ്പുഴി സ്റ്റേഷനിലേക്ക് കയറുന്നു. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് പുതിയ പന്മേൽ ടെർമിനസിൻ്റെ ഭാഗമായിട്ടുള്ള പിറ്റ് ലൈൻസ്. ദാദർ-രത്നഗിരി പാസഞ്ചർ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബ്രേക്ക് എടുക്കാം. ഇനി ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് ഏകദേശം ഒരു കോപ്പറൊക്കെ ആകുമ്പോൾ ഡോറിലേക്ക് വന്ന് നോക്കാം എൻ്റെ കണ്ടീഷനുകൾ. വെളിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കത്തിരി, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നേരെ വസ എത്തിയിട്ട് കാണാം. അപ്പം നമ്മളങ്ങനെ വസൈ റോഡിലേക്ക് എടുക്കുകയാണ്. ഞാൻ മറ്റേ ദിവാകോഡ് ക്യാബിനൊക്കെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് കാണിക്കാൻ പറ്റിയില്ല. അപ്പം നമ്മളങ്ങനെ വസൈ റോഡ് സ്റ്റേഷനിലോട്ട് പ്രവേശിക്കുന്നു. ഇതോടുകൂടി നമ്മൾ വെസ്റ്റേൺ റെയിൽവേ ടെറിട്ടറിയിലോട്ട് കയറിയിരിക്കുകയാണ്. ഈ വസൈ റോഡ് സ്റ്റേഷൻ ഹോം സിഗ്നൽ വരെ സെൻട്രൽ റെയിൽവേ ടെറിട്ടറിയാണ്. ഇവിടെ നമ്മുടെ വെസ്റ്റേൺ റെയിൽവേ ടെറിട്ടറിയാണ്. സമയം 7:31. നമ്മൾ വസൈ റോഡിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന കോച്ച്. എനിക്ക് വൃത്തിയായിട്ട് പകലൊന്നും കാണിക്കാൻ പോലും പറ്റിയില്ല. അവിടെ നമ്മുടെ ട്രിപ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്ന കോച്ച് RCF ബിൽട്ടാണ്. അപ്പോൾ അങ്ങനെ നേരത്തെ എത്തിയിട്ട് കുറച്ചൊരു എക്സ്ട്രാ കടന്നിട്ട് 7:48 വസൈ ഇറങ്ങി തുടങ്ങി. 8 മിനിറ്റ് ലേറ്റാണ്. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഹെഡ് ഓഫ് ഷെഡ്യൂൾ എത്തി. ഇപ്പോൾ 8 മിനിറ്റ് ലേറ്റായിട്ട് പുറപ്പെടുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ വർക്ക് നടക്കുമായിരുന്നു സെപ്റ്റംബറിൽ. അത് കുറേ കൂടി ആയിട്ടുണ്ട്. തിരിച്ചുള്ള യാത്ര നമ്മൾ ഇതൊരു പകൽ പോകും. കഴിഞ്ഞ് അതൊക്കെ പാലെടുത്തിട്ട് കാണിക്കാം.
ലാപ്ടോപ്പിൽ നിന്ന് വർക്ക് കഴിഞ്ഞു, പക്ഷേ കമ്മീഷൻ ആയിട്ടില്ല. വലിയ സ്കൈ ഡെക്കാണ് ഒരു ഓപ്പൺ പണിത് വെച്ചിട്ടുള്ളത്. എങ്ങോട്ടാണ് കണക്റ്റ് ആവുന്നത്? ഇവിടുന്ന് പുറപ്പെട്ട ഉടനെ അവരിവിടുന്ന് നമ്മുടെ ഡിന്നർ മിക്കവാറും വിളമ്പും. അപ്പോൾ ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് സൂറത്തും അതുപോലെ വഡോദര നമ്മൾ ഇറങ്ങും. അപ്പോൾ ആ 2 സ്റ്റേഷനും കൂടി കാണിക്കാം. അതിൻ്റെയൊക്കെ ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ അറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ 1-2 ഓവർടേക്കൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെയൊക്കെ. നോക്കാം. ഇവിടെ ഒരു കൈരളി റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടല്ലോ. ഒരു ട്രെയിനിലോട്ട് ഫുഡ് ഡെലിവറി ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. അതിനെപ്പറ്റി അറിയാമെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമ്മളങ്ങനെ പുറത്തോട്ടിറങ്ങി. ഓപ്പോസിറ്റിലെ യാർഡിൽ ഏതോ ട്രെയിൻ പുറപ്പെടാൻ വേണ്ടി വന്നിട്ട് ഒരു G9 ഹോൾഡ് ഫ്ലൈറ്റാണ്. അത് സ്റ്റേഷനിലോട്ട് പോകുന്നു. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങണം. അപ്പോൾ നമുക്കിനി ഇവിടെ ഡിന്നറും പിന്നെയുള്ള വിശേഷങ്ങളും നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് വിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഡിന്നർ വന്നു. ഡിന്നറിനകത്തേക്ക് എന്തൊക്കെയുള്ളതെന്ന് തുറന്നു നോക്കിയാലോ. അപ്പോൾ ഇതിനകത്ത് ഉള്ളത് പരിപ്പുണ്ട്, ഓഫ് കോഴ്സ്, ദാളുണ്ട്, നല്ല കട്ടിയുള്ള ദാളാണ്, കുഴപ്പമില്ല. പനീറിൻ്റെ കറിയുണ്ട്, പ്രത്യേകിച്ച് സാധനമൊന്നുമില്ല. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടൊരിതുണ്ട്, തൈരുണ്ട്, ചോറുണ്ട്, 2 ചപ്പാത്തി ഉണ്ട്. ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. രാത്രി വീണ്ടും ഐസ്ക്രീം തന്നെ, വീണ്ടും മിൽമയുടെ വാനില. ചില കോച്ചുകളിൽ അമൂലാണ് പോയിരിക്കുന്നത്, ഇതിൽ നമ്മുടെ കോച്ചിൽ മിൽമയാണ് നിൽക്കുന്നത്. മിൽമ ഉള്ള അടിപൊളി ഐസ്ക്രീമാണ്, കുഴപ്പമില്ല. വൽസാട് സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. സുരത്ത് സ്റ്റേഷനോട്ട് വരാം. ഇവിടെ ഇതെന്താണോ ബിൽഡിംഗ്? റെയിൽവേയുടെ എന്തോ ബിൽഡിംഗ് ആണ്. കാരണം റെയിൽവേയുടെ സൈനേജസ് ഒക്കെ കാണാണ്ട് ഇതിൽ. കൺട്രോൾ ഇതിലാന്ന് തോന്നുന്നു, ഇലക്ട്രോണിക് ഇന്റർലോക്കിൻ്റെ സിസ്റ്റം തോന്നുന്നു. ഞാൻ സുരത്ത് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. 3760 ചണ്ഡീഗഡ് മഡ്ഗാവ് ഗോവ സമ്പർക്കാന്ത് എക്സ്പ്രസ് ആണത്. അങ്ങനെ സുരത്ത് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റേഷൻ ലെഫ്റ്റ് സൈഡിലാണ്. സമയം 10:28. നമ്മൾ സുരത്ത് സ്റ്റേഷനിലേക്ക് എത്തി. നല്ല തിരക്കുന്നുണ്ട് ഇവിടെ. ഈ സ്റ്റേഷനിലെ തിരക്ക് പറഞ്ഞ് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആ കൂടി പ്രാവശ്യം കണ്ട. കഴിഞ്ഞ ദിവസം നമ്മുടെ ദുരന്തോ എക്സ്പ്രസ് യാത്രയ്ക്ക് വന്നപ്പോൾ തീരെ തിരക്കുണ്ടായിരുന്നില്ല. അതല്ലെങ്കിൽ ഈ വണ്ടി സ്റ്റേഷൻ എപ്പോഴും ക്രൗഡാണ്. അപ്പോൾ നമ്മളങ്ങനെ സുരത്ത് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഈ സൂറത്ത് സ്റ്റേഷൻ ഞാൻ ഒരിക്കൽ വന്ന് ഒരു രാത്രി തങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൽ. അതൊരു വലിയ മുറിയാണ്, ഹ്യൂജ് മുറിയാണ്. അടുത്ത സ്റ്റോപ്പാണ് നമ്മളിറങ്ങുന്ന വഡോദര. സമയം 10:33. ഭരൂച്ച് ജംഗ്ഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്.
റൺ ത്രൂ ആണെന്ന് വിശ്വസിക്കുന്നു, പിടിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഏതൊക്കെയോ ട്രെയിനിന് പുറകെയാണ് നിന്ന് പോകുന്നത്. പച്ച ഫ്ലാഷാണ്. അപ്പോൾ നമ്മളെന്താ നിർത്തില്ല, റൺ ത്രൂ ആണ്. നല്ല ഹിസ്റ്റോറിക് ബിൽഡിംഗ് ആണിത്. നല്ല പഴക്കമുള്ള സ്റ്റേഷൻ ബിൽഡിംഗ് ആണ്. ഒരു BEML ബിൽറ്റ് മെമോ കിടക്കുന്നു ഇവിടെ. BEML ബിൽറ്റ് 3 ഫേസ് മെമോ ആണത്. അപ്പോൾ ബോക്സ് നമ്മളത് ജസ്റ്റ് വഡോദര എത്താറായി. സമയം ഇപ്പോൾ 11:45, 11:50. 11:53 മറ്റായിരുന്നു ടൈം. നമ്മൾ ഇത്തിരി ലേറ്റാണ്. അധികം താമസം നമ്മൾ വഡോദരയിലെത്തും. ഞാൻ ഇറങ്ങാൻ റെഡിയായിട്ട് ഓടുന്നത്. നല്ല തണുപ്പാണ്. ഞാൻ ഇറങ്ങാനുള്ള ഇതിനിടയ്ക്ക് ഞാൻ കോട്ട് എടുത്ത് ഇട്ടതുമില്ല. അപ്പോൾ അങ്ങനെ വഡോദരയ്ക്ക് തൊട്ട് മുമ്പിലത്തെ സ്റ്റേഷനായ വിശ്വാമിത്രി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ആണ് വിശ്വാമിത്രി റെയിൽവേ സ്റ്റേഷൻ. ഇവിടെയും അമൃത് ഭാരത് സ്കീമിൻ്റെ കുറേ വർക്ക് നടന്നിട്ടുണ്ട്. ഇതൊരു ജംഗ്ഷനാണ്. കാരണം ഇവിടുന്ന് ദാഹോഡ് ഭാഗത്തേക്കുള്ള ലൈൻ തിരിഞ്ഞു പോകും. ദാഹോഡും പോട്ടെ, നമ്മുടെ കെവഡിയ ഏക്താ നഗർ ഭാഗത്തേക്കുള്ള ലൈൻ ഇവിടെ തിരിഞ്ഞു പോകും. സമയം 11:58. നമ്മൾ ലേറ്റാണ്. നമ്മൾ 11:51 നമ്മൾ വഡോദര എത്തേണ്ടതായിരുന്നു. നമ്മൾ ലേറ്റാണ്. അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അകത്തോട്ടൊരു ട്രാക്ക് പോകുന്നുണ്ട്. അതാണ് കെവഡിയ, അതായത് ഏക്താ നഗറിലോട്ടൊക്കെ പോകുന്ന ട്രാക്ക്. ലൈറ്റിന് ത്രോ കണ്ടോ? ആയിരുന്നു ട്രെയിൻ. ഏതാണെന്ന് ഒരു പിടി. ആരോ ചങ്ങല വലിച്ചു. അത് ഇതാണ് ദൗണ്ട് എക്സ്പ്രസ്, ഇൻഡോർ ദൗണ്ട് എക്സ്പ്രസ് ആണ്. ആരോ ചങ്ങല വലിച്ചു. ഞാനാണ് പാ എന്ന വണ്ടി കേട്ടത്. ഇൻഡോർ ദൗണ്ട്, ഇൻഡോർ അസർവ. ഇപ്പോൾ ഇൻഡോർ ദൗണ്ടാണ്. കാര്യം അസർവ എന്ന് പറയുന്നത് അഹമ്മദാബാദ് സൈഡ്. അപ്പോൾ അത് ഇങ്ങോട്ട് വരില്ല. എന്നറിയില്ല. അപ്പുറത്തെ സൈഡിലെ പ്ലാറ്റ്ഫോം വന്നു. പെട്ടെന്ന് അപ്പുറത്തെ സൈഡിലോട്ട് കടന്നേക്കാം. പ്ലാറ്റ്ഫോമിലോട്ട് കയറുന്ന കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പ്ലാറ്റ്ഫോം 2ലേക്ക് വന്ന് പ്ലാറ്റ്ഫോം 3 എന്നാണ് വേറസ്മ ട്രെയിനിലും അതുപോലെ NTS-ലൊക്കെ കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് കാരണം ഞാൻ അപ്പുറത്തെ സൈഡിലായി പോയി. സാരല്ല, നമ്മളങ്ങനെ വഡോദരയിലേക്ക് എത്തിയിരിക്കുകയാണ്. വണ്ടി ലേറ്റാണ്. സമയം 12:11. വണ്ടി ഏകദേശം ഒരു 10 മിനിറ്റ് ലേറ്റാണ്. കറക്റ്റ് B11 ബോർഡിനടുത്ത് നിന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ 12:11 വഡോദരയിലെത്തി. ഈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ ഷൊർണൂരിൽ നിന്നും ഇന്നലെ 12:50 തുടങ്ങിയ യാത്ര ഇന്ന് 00:11 നമ്മുടെ യാത്ര അവസാനിച്ചിരിക്കുകയാണ്. എന്താ പറയുക, എനിക്ക് ഈ യാത്ര കൊണ്ട് ഫുള്ളി എൻ്റെ കണ്ടൻറ്റിന് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളുണ്ടായിരുന്നു. യാത്ര മൊത്തത്തിലും കൂടി ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. ഞാൻ സാധാരണ യാത്ര എൻജോയ് ചെയ്യുന്ന ഞാൻ ഇത് എൻജോയ് ചെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും ഇതേ റൂട്ടിൽ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്യാപ്ചർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ റിട്ടയറിംഗ് റൂമിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ ഉറങ്ങിയിട്ട് നാളെ നേരം എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം.
അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ കമൻസും സപ്പോർട്ടൊക്കെ വേണം. അതുപോലെ നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ UPI വഴി നമുക്ക് ഫണ്ട് ചെയ്യാവുന്നതാണ്. UPI ഹാൻഡിലിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെബ്സൈറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. ഇത് ശ്രീഗംഗാനഗർ ബാൻഡ്ര ടെംപ്ലേസ് എക്സ്പ്രസ് ആണ് ഈ കിടക്കുന്നത്. ഞാനിപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഞാനിപ്പോൾ ഇവിടുത്തെ റിട്ടയറിംഗ് റൂം എവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് ബിനേഷ് ശങ്കർ signing off from platform 7. See you again in another video. Until then, bye bye.